അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, പ്രാർത്ഥന എത്ര ലളിതമാണെങ്കിലും എളിയതാണെങ്കിലും ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കേണ്ടത്? കർത്താവേ, നീയാണ് ഉദ്ദേശിക്കേണ്ടത്. നാനാവിധ രോഗികളെ കർത്താവേ നിന്റെ വിശുദ്ധമായ രക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഡിപ്രഷന് വന്നു പോയവർ, മനസ്സിടിഞ്ഞവർ, ഇപ്പോൾ കാണുന്നത് പോലെ നെഞ്ചിൻ്റെ ഉള്ളിൽ മുഴയുള്ളവരെ കർത്താവ് സ്പർശിക്കണമേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഉടലിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നവരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. കർത്താവ് അടിവയറ്റിലെ വേദനകളും മുഴുവൻ എല്ലാത്തരം അസ്വസ്ഥതകൾ, ഭാരങ്ങൾ, എന്തോ കെട്ടിയിരിക്കണ പോലെ തോന്നുന്ന അവസ്ഥകൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് ജോലി അന്വേഷിച്ച് പോകുന്നവരെ, കർത്താവ് ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ,
ഓപ്പറേഷൻ 2.5 മണിക്കൂർ ഉണ്ടാകുമെന്ന് കേട്ടപ്പോഴൊരു പ്രയാസം നേടുന്നവർ, അതിനെക്കുറിച്ച് ഭയങ്ങൾ തോന്നുന്നവർ, എല്ലാ ഓപ്പറേഷനുകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആസ്വദിക്കുന്നു. കർത്താവ് പ്രസവത്തിലെ കുഞ്ഞിന് വെയിറ്റ് കൂടുതലാണ്, സിസേറിയൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നവർ, അങ്ങനെ ഓരോരോ വിഷയത്തിൽ പ്രസവ സംബന്ധമായ വിഷയങ്ങളിൽ വിഷമിക്കുന്നവരും വേദനിക്കുകയും വീർമുട്ടുകയും ചെയ്യുന്നവരുടെ എല്ലാ ഭാരങ്ങളും മാറി മാതാവ് പ്രസവത്തിൻ്റെ ഓപ്പറേഷൻ്റെ ടൈമിൽ അല്ലെങ്കിൽ പ്രസവത്തിൻ്റെ സമയം നിൻ്റെ കൂടെ കൈ പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ നിന്നെ ഏൽപ്പിക്കുന്ന പിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു വചനമാണ് വായിക്കണത്. പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. വിവേചനം, ഡിസേൺമെൻ്റ് എന്ന് പറയും. ഡിസേൺമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയം കേൾക്കുമ്പോൾ ആൾക്കാരുടെ മുഴുവൻ പ്രശ്നം എന്താണെന്നറിയാമോ? ഡിസേൺമെൻറ്റിൻ്റെ വയറ് വിട്ടിരിക്കണതാണ് എല്ലാവരുടെയും പ്രശ്നം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് ഒരു സാധനം അത് നല്ലതാണോ ചീത്തയാണോ, അതിനാണ് ഡിസേൺമെൻറ്റ്. വിവേചനം എന്ന് പറയും. വിവേചന വരവാ. ഇപ്പോൾ ചെറുക്കന് ജോലിയുണ്ട്, ചെറുക്കന് PR ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചില അമ്മമാർ, അപ്പോൾ ചില മക്കൾ പറയും എനിക്കും പോകാം ജർമ്മനിയിൽ, എനിക്കും പോകാൻ ന്യൂസിലൻഡിൽ എന്ന് പറയും. അവിടെ ചെല്ലുമ്പോഴേക്കും ചെറുക്കന് 2 ഭാര്യ ഉണ്ടാകണത്, തീർന്നില്ല പരിപാടി. നീ ചിലപ്പോൾ അവൻ്റെ വിസയിലേക്ക് നീ പോണത്, എനിക്ക് മിണ്ടാൻ പറ്റത്തില്ല. അപ്പോൾ നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയത്തില്ല. അതിനാണ് അപ്പോൾ മനുഷ്യന് ഏറ്റവും അത്യാവശ്യം ഈ കണ്ട പണിയെല്ലാം ആൾക്കാർ വാങ്ങിച്ചിരിക്കുന്ന വിവേചന വരവില്ലാത്ത കൊണ്ടാണ്. നല്ലതാണോ ചീത്തയാണോ, ഇനി ജഡികമാണോ ആത്മീയമാണോ ദൈവികമാണോ പൈശാചികമാണോ, അപ്പം ഇങ്ങനെ ഓരോ വിഷയം കർത്താവ് പറഞ്ഞത് എല്ലാം നല്ലതാണ്, എല്ലാം പ്രയോജനകരമല്ല. 1 എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. അതാണ് എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നിയമാനുസൃതമായിരിക്കാം, പക്ഷെ ആത്മീയമായി നമുക്ക് യാതൊരു പ്രയോജനം ഉണ്ടാകത്തില്ല. നമ്മൾ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ അത് ശരിയായതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകത്തില്ല ലോങ് ടൈം. അപ്പോൾ അതെപ്പോഴും നമ്മൾ അത് ഭയങ്കര പാടാണ്. ഈ വെള്ളപ്പൊക്ക കാലം വരണ പോലെ ഇരിക്കും അത്. ഈ വെള്ളപ്പൊക്ക കാലം വരുമ്പോഴേ വെള്ളം ഇങ്ങനെ പൊങ്ങി നിന്നിട്ട് കര ഏതാണ് കായൽ ഏതാണെന്ന് അറിയാൻ പാടില്ലാതെ മൊത്തം കായലായിട്ട് കിടക്കും. അതിനകത്ത് ഒത്തിരി കരയുണ്ടാവും. ഇപ്പോൾ ചില വെള്ളപ്പൊക്ക കാലത്ത് പാലം മുങ്ങിപ്പോയിട്ട് പുഴയും പാലവും അറിയാൻ പാല കിടന്നിട്ട് പാലത്തെ പോയി നിശ്ചയമുള്ള ആൾക്കാരെ പാലത്തെ കൂടി കയറി വന്നിട്ട് മറ്റുള്ളവർ വഴിതെളിക്കണില്ല. അപ്പോൾ ഒന്നും കണ്ടാൽ മനസ്സിലാകാത്ത പറ്റാത്ത അവസ്ഥയാണ് വിവേചനപരം ആവശ്യമായി വരണത്. ഇരിക്കണത് പരിശുദ്ധാത്മാവ് നേരിട്ട് തന്നെ ഉള്ള വരവാണ്. കാരണം പരിശുദ്ധാത്മാവ് നേരിട്ട് നയിക്കുന്നതാണ് നമുക്കതിലൂടെ. അത് ഭയങ്കരമായിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒരു രോഗം ഇപ്പോൾ കൃപാസനത്തൊക്കെ വരുന്ന ആൾക്കാരില്ലേ, ചിലർക്ക് മനോരോഗികളാണ്, പക്ഷേ പറഞ്ഞുകൊണ്ട് വരുന്നത് പിശാചെന്ന് പറഞ്ഞല്ല വരുന്നത്. ഇപ്പം ഞാൻ മൈൻഡ് ചെയ്യത്തില്ല, മനോരോഗത്തിൽ പോയി മരുന്ന് മേടിച്ച് കഴിക്കാൻ പറയും. അതിൻ്റെ കാര്യം എന്താ, നമുക്കറിയാം അത് പിശാചല്ല. ഇവിടെ പിശാചിൻ്റെ വൈകൃതങ്ങൾ കാണിക്കും, പക്ഷേ മാനസിക രോഗമായിരിക്കും അത് കാണിക്കണത്. അപ്പോൾ ചില മാനസിക രോഗം ആണെന്ന് നമുക്ക് തോന്നും, പക്ഷേ പൈശാചികമായിരിക്കും. ഞാൻ പണ്ടൊരു പിശാച് ബാധിതനെ സുഖപ്പെടുത്തുമ്പോൾ അയാൾ ഇതുപോലെ വൈകൃതം കാണിച്ച് 4-5 പേര് കൂടി അയാളെ പിടിച്ച് മണ്ണിൽ പൊത്തി, അയാൾ ഭയങ്കര ഉദ്ദണ്ഡനായത് കാരണം ഭീമനെ പോലെ ഇരിക്കണം, അയാളുടെ പുറത്ത് കയറിയെന്നാണ്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായത് മാനസികരോഗമല്ല, അത് പിശാചാണെന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാം, ലോർഡ് ജീസസ് ക്രൈസ്റ്റ് pour out his spirit, the fire fingers soak with the precious blood, Lord infuse his spirit, that with his power, devils, legions, Satan, set us, may creation be dispelled and torn off in the name of Jesus. In the name of Jesus പറഞ്ഞതോടുകൂടി ഇവരങ്ങ് ചൊട്ടിപ്പോയി. അപ്പം കർത്താവ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അവരെല്ലാവരും മുട്ടനിക്കായിരുന്നു. ആ സമയത്ത് ഒരു 2-3 പേരാണ് എൻ്റെ മുതുകത്ത് കയറിയിരുന്നത്, ബാക്കി കൂടെ വന്ന് എല്ലാവരും മുട്ടനിക്കായിരുന്നു. ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ. പക്ഷേ ഇൻ ദ നെയിം ഓഫ് ജീസസ് പറഞ്ഞപ്പോൾ ബലൂന് സൂചി കുത്തിയ പോലെ ഇവൻ ചൊട്ടിപ്പോയി. അപ്പോഴാണ് ഞാൻ മുട്ടുന്നത്. എന്താ അറിയാമോ, നെയിം ഓഫ് ജീസസ് ഭയങ്കര സംഭവമാണ്. പക്ഷെ പട്ടം കിട്ടി ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച് എനിക്ക് നല്ല ബോധം ദൈവം തന്നത് ഈ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ
അത് വിവേചനമാണ് വരുന്നത്. വിവേചനത്തിൻ്റെ സാക്ഷികളാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോപ്പയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സിനി, ഇതെൻ്റെ ഹസ്ബൻഡ് റെജി. ഞങ്ങൾ ഇടുക്കി കട്ടപ്പന വെള്ളയാങ്കുടി ഇടവകാംഗമാണ്. ഞാൻ 20/9/2019 ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. കൃപാസനത്തെ പറ്റി ആദ്യമായി അറിഞ്ഞത് ഞാൻ യൂട്യൂബിലൂടെയും കുറച്ച് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞാണ്. എൻ്റെ കുഞ്ഞിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ആ ഉടമ്പടി 2019 മുതൽ ഇന്ന് വരെ ആ ഉടമ്പടിയിലാണ് ഞാനും എൻ്റെ കുടുംബവും ഹസ്ബൻഡും ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് നിൽക്കുന്നത്, ഞാനൊരു അങ്കണവാടി ടീച്ചറായിരുന്നു. എനിക്ക് സൗണ്ട് പെട്ടെന്ന് പോയി കുട്ടികളെ പഠിപ്പിക്കാനോ മറ്റുള്ളവരോട് സംസാരിക്കാനോ ഒരു പ്രെയർ സോങ് ചൊല്ലാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് എൻ്റെ സൗണ്ട് മാറിപ്പോയി. സൗണ്ട് വരുന്നില്ലായിരുന്നു. ശ്വാസം മുട്ടൽ പോലെ അനുഭവപ്പെട്ടു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഒരിടത്തുനിന്ന് 2-3 ഇടത്ത് ഹോസ്പിറ്റലിൽ പോയപ്പോൾ എല്ലാം പറഞ്ഞത്, നിനക്ക് ടീച്ചിങ് പ്രൊഫഷൻ പറ്റില്ല, ഒച്ചയെടുത്ത് സംസാരിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അങ്കണവാടിയിൽ 10-30ഓളം കുട്ടികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ പോയൊന്ന് സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ തൊണ്ടയിൽ മൾട്ടി നോഡുലാർ ഗോയിറ്റർ എന്ന് പറയും, അങ്ങനെ കുറച്ച് മുഴകളുണ്ടെന്ന് പറഞ്ഞു. അവിടെ നിന്ന് അവർ FNAC ഒരു ടെസ്റ്റിനായിട്ട് എന്നെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് വിട്ടു. അവിടെ ചെന്ന് എൻ്റെ തൊണ്ടയിൽ നിന്ന് ഈ മുഴയിൽ നിന്ന് കുത്തിയെടുത്ത് പരിശോധിച്ചപ്പോൾ അവർ പിറ്റേ ആഴ്ച റിസൾട്ട് പറയാമെന്ന് പറഞ്ഞു. സർജൻ്റെ അടുത്ത് പിറ്റേ ആഴ്ച റിസൾട്ടിന് ചെന്നപ്പോൾ അവർ പറയുന്നു, അത് ആ പരിശോധന ക്ലിയർ ആയില്ല, അതുകൊണ്ട് വീണ്ടും കുത്തിയെടുക്കണം, അടുത്ത ആഴ്ച നമുക്ക് സർജറിയും കൂടെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ട് എനിക്കും എൻ്റെ ഫാമിലിക്ക് എല്ലാവർക്കും പേടിയായി. ഞങ്ങൾ ഉടനെ തന്നെ ഉടമ്പടിയിലായിരിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് ഇവിടെ വന്ന് ഞാൻ എൻ്റെ സങ്കടങ്ങൾ അമ്മയോട് പറഞ്ഞു. അതുപോലെ തന്നെ അവിടെ ചെന്ന് ഞാൻ എൻ്റെ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ കാണിച്ചു. അപ്പോൾ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തനിക്ക് ഒരിക്കലും ഇനി പഠിപ്പിക്കാനായിട്ട്, അതായത് കുറേ കാലത്തേക്കെങ്കിലും താൻ പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാർ പലരും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പാസ്പോർട്ട് എന്താണേലും കയ്യിലെടുത്തു. എങ്ങോട്ട് പോകണമെന്നോ എങ്ങനെയെന്നോ ഒന്നും ചിന്തിച്ചില്ല. ഈ പാസ്പോർട്ട് കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അവിടെ കാണിച്ചപ്പോൾ അച്ഛനെ കാണാൻ അനുവാദം തന്നു. അച്ഛനെ കാണാൻ ഇവിടെ വന്ന സമയത്ത് എൻ്റെ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളുടെ കൂടെ തന്നെ പാസ്പോർട്ടും ഇരുന്നു. ഞാൻ മനസ്സിലിങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്താണേലും ആദ്യം ഇത് അച്ഛനോട് ഇത് പറയുന്നില്ല. എൻ്റെ രോഗത്തിൻ്റെ അവസ്ഥ അച്ഛൻ കണ്ടിട്ട് അച്ഛൻ എന്ത് പറയുന്നോ, അച്ഛൻ ഈ പാസ്പോർട്ട് എങ്ങനെയും കയ്യിലെടുക്കുകയാണെങ്കിൽ മാതാവിന് ഇഷ്ടമുണ്ട്, ഞാൻ പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റൊരു ജോലിക്കോ മാതാവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിച്ച് ഞാനിവിടെ തരുന്നു. ഇവിടെ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ എൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ എല്ലാം കൊണ്ടുപോയി അമ്മയുടെ അടുത്തും ഈശോയുടെ കാൽക്കലും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. തിരിച്ചു വന്നു. അച്ഛൻ ഈ പാസ്പോർട്ടൊന്നും നോക്കിയില്ല. അച്ഛൻ എന്നെ ബ്ലെസ് ചെയ്തു. എൻ്റെ തൊണ്ടയിലെല്ലാം മൊത്തം സൈത്ത് പൂശി പ്രാർത്ഥിച്ചു. അതിനുശേഷം അച്ഛൻ 2-3 പേരുടെ അടുത്തേക്ക് അപ്പുറത്തേക്ക് പോയിട്ട് തിരികെ വന്ന് എന്നോട് ചോദിച്ചു, ഈ പാസ്പോർട്ട് ആരുടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ എൻ്റെയാ. എന്തിനു വേണ്ടിയാണ് നീ ഇത് തരുന്നതെന്ന് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ ഇങ്ങനെ എൻ്റെ സൗണ്ട് മൊത്തം പോയി, അതിന് എനിക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല, ഞാനിങ്ങനെ ഒരു അംഗൻവാടി ടീച്ചറാണ്, എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്, എനിക്ക് മറ്റെന്തെങ്കിലും ജോലി പുറത്തേക്ക് പോകണം എന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി വേണം അച്ഛാന്ന് പറഞ്ഞു. അറിയാതെ ഞാൻ അപ്പോൾ വായി വന്നത് ഇസ്രായേൽ എന്നുള്ള ഒരു രാജ്യത്തിൻ്റെ പേരായിരുന്നു. ഇസ്രായേൽ എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ ആ പാസ്പോർട്ട് കയ്യിലെടുത്തു. വീണ്ടും അച്ഛൻ പ്രാർത്ഥിച്ചു. അതേൽ സൈത്ത് പൂശി കുരിശ് വരച്ച് എൻ്റെ കൈ തിരിച്ചു തന്നു. ഞാൻ അവിടുന്ന് പോകാൻ നേരം ഞാൻ ആ ക്യൂവിൽ ഏറ്റവും അവസാനം ഇറങ്ങിയത്. അപ്പം ഞാൻ ഈ പാസ്പോർട്ട് ജസ്റ്റ് അച്ഛനെ ഇങ്ങനെ ഒന്ന് കാണിച്ചു. എന്നോട് തോളെ തട്ടുവോ അങ്ങനെയൊന്നും പറയാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഓർത്തു, എന്താണെങ്കിലും അച്ഛനെ എടുക്കണം എന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അത് അച്ഛനെ എടുത്ത് എനിക്ക് ബ്ലെസ് ചെയ്ത് തന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചപ്പോൾ അച്ഛൻ അവിടെ ഇരുന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഞാൻ അങ്ങ് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് തിരികെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാൻ ചെയ്തിട്ട് കുത്തിയെടുക്കണം, സ്കാൻ ചെയ്തുകൊണ്ട് എൻ്റെ തൊണ്ടയിൽ നിന്ന് ഈ കുത്തിയെടുക്കണം എന്നായിരുന്നു, ഈ ഫ്ലൂയിഡ് കുത്തിയെടുക്കണമെന്നായിരുന്നു ഡോക്ടേഴ്സ് അവസാനം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. അത് പേടിച്ചാണ് ഞാനിവിടെ ആദ്യം വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചത്. അപ്പം ഞാൻ ചെന്നിട്ട് ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, അവിടെ ഇതൊന്നും സംഭവമായിട്ടൊന്നും കാണുന്നില്ല, പഴയ സ്കാനിങ് പോലെ ഒന്നും കാണുന്നില്ല, ഇതിനൊരു ഓപ്പറേഷനും വേണ്ട, FNACയുടെ ടെസ്റ്റും ചെയ്യണ്ട എന്ന് പറഞ്ഞു. എൻ്റെ സൗണ്ടിന്
എൻ്റെ വേറെ യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും എനിക്കിപ്പോൾ ഇല്ല. ഒരു സർജറിയും കൂടാതെ എൻ്റെ സൗണ്ട് തിരികെ തന്ന ഈശോപ്പയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ പാസ്പോർട്ട് അച്ഛനെടുത്ത് ബ്ലെസ് ചെയ്ത് തന്നതിന് ശേഷം ഞാൻ ഇസ്രായേലിൽ നിന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് ഇസ്രായേലിലേക്ക് പോകാനായിട്ട് സാധിച്ചു. എൻ്റെ പേപ്പർ ഭാഗങ്ങളെല്ലാം പെട്ടെന്ന് റെഡിയായി. ഞാൻ പോയി ഒരു ക്ലാസ് ബോംബെ കൂടി. അവിടുത്തെ ഇൻ്റർവ്യൂ ഒക്കെ ഫസ്റ്റ് ടൈം തന്നെ എല്ലാ കാര്യങ്ങളും, എല്ലാ പേപ്പറുകളും, എൻ്റെ മെഡിക്കലും എല്ലാ പേപ്പറുകളും, എല്ലാ കാര്യങ്ങളും എനിക്ക് പെട്ടെന്ന് ഒരു 6 മാസത്തെ പോലും നീട്ടമില്ലാതെ തന്നെ എനിക്ക് ഇസ്രായേലിൽ എത്തിച്ചേരാൻ സാധിച്ചു. 2024 ഡിസംബർ 1-ാം തീയതി ഞാൻ അവിടെ, നവംബർ 30-ാം തീയതി ഞാൻ അവിടെ എത്തി. 2-ാം തീയതി ഞാൻ ജോലിയിൽ പ്രവേശിച്ചു. 2026 ഏപ്രിൽ 23-ന് ഞാനിവിടെ തിരിച്ച് ലീവിന് വന്ന് തന്നെ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി പുതുക്കിയിട്ടാണ് ഞാൻ പോയത്. അന്ന് എൻ്റെ കയ്യിൽ 1-2 രേഖകൾ, ഈ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളില്ലാത്തതുകൊണ്ടാണ് അന്ന് ഞാൻ സാക്ഷ്യം പറയാഞ്ഞത്. ഇപ്പോൾ ഞാൻ ജൂൺ 8-ന് തിരിച്ച് ഞാൻ ഇസ്രായേലിലേക്ക് പോവുകയാണ്. എനിക്ക് ഇസ്രായേലിൽ പോകുവാനും കെയർടേക്കറായി ജോലി ചെയ്യുവാനും ഒക്കെ അനുഗ്രഹം തന്ന ഈശോപ്പയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ മോൻ എഡ്വിൻ, അവൻ്റെ കാര്യത്തിന് വേണ്ടിയായിരുന്നു ഞാൻ ആദ്യം പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്നത്. അവന് ഹാർട്ടിന് ഒരു ഹോളുണ്ടായിരുന്നു, ഞങ്ങൾ അറിഞ്ഞില്ല, അറ്റ് ബർത്തിലുണ്ടായിരുന്നതാണ്. ഇതാണ് മോൻ എഡ്വിൻ. ഇവന് ഹാർട്ടിൻ്റെ അറകളിൽ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു വിശദീകരിക്കാൻ അറിയില്ലെങ്കിലും ഒരു ഹോള്, 14 വയസ്സിലാണ് ഒരു വയറ്റുവേദനയെ തുടർന്ന് ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് ഇവിടെ ഒരു ഹോളുണ്ട്, നിങ്ങളൊന്ന് എക്കോ എടുക്കുക, കാർഡിയോളജിസ്റ്റിനെ കാണിക്കുമെന്ന് പറഞ്ഞത്. അതുമായിട്ട് ബന്ധപ്പെട്ട് അതുവരെ ഇതിന് ഒരു സിംറ്റംസും, അതായത് ശ്വാസം മുട്ടലൊക്കെ, ഇതിപ്പോൾ ഒരു കാര്യങ്ങളോ, ഒരു കളർ ചേഞ്ചോ പനിയോ ഒന്നും വന്നിട്ടില്ലാത്ത കുഞ്ഞാണ്. അപ്പോൾ ഞങ്ങൾക്കിത് കേട്ടപ്പോൾ സത്യത്തിൽ ഒരു വലിയൊരു സീരിയസ്നെസ് അനുഭവപ്പെട്ടില്ല. പക്ഷേ കോട്ടയം മെഡിക്കൽ കോളേജ് വന്ന് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് ഡോക്ടർ പറഞ്ഞു, ഒരു വലിയ ഹോളാണ്, കീ ഹോൾ സർജറി പറ്റില്ല, ഓപ്പൺ ഹാർട്ട് സർജറി തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയി. ഞങ്ങൾ പല ഹോസ്പിറ്റലിലും പോയി. ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്താണേലും സർജറി ഡോക്ടേഴ്സ് പറഞ്ഞതാണ്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഇവിടെ വന്ന് ബ്ലെസ് ചെയ്തു. ഞങ്ങൾക്കൊരു ഡേറ്റ് കിട്ടണം. ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടി. കുഞ്ഞിന് കറക്റ്റ് സമയത്ത് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് നടക്കണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം കൊറോണയുടെ സമയമായിരുന്നു. കൊറോണ കഴിഞ്ഞ് ഇവൻ 10th എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഞങ്ങളെ വിളിക്കുകയും ഓപ്പറേഷൻ യാതൊരു തടസ്സവും കൂടാതെ, ഓപ്പൺ ഹാർട്ട് സർജറി എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ദേഹത്ത് എല്ലൊന്നും പൊട്ടിക്കില്ലേ എന്നൊക്കെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു. കാരണം എന്നാ വെച്ചാൽ ഒരമ്മയ്ക്കറിയാലോ അതിൻ്റെ ഒരു വിഷമം. ഇവരുടെ ചങ്കൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ ഒത്തിരി പേരെ സ്റ്റിച്ചൊക്കെ ഇട്ട് കിടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലൊന്നും ആയിരിക്കല്ലേ, ഇവൻ്റെ ദേഹത്തൊരു പാട് പോലും കാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. എന്താണേലും കറക്റ്റ് സമയത്ത് ഡോക്ടർ പറഞ്ഞു, തലേദിവസം രാത്രി ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ തൊണ്ടയുടെ അവിടുന്ന് താഴേക്കാണ് ഓപ്പറേഷൻ കീറുന്നത്, ഒരു 3-4 മണിക്കൂർ എടുക്കും എന്നൊക്കെ പറഞ്ഞു. രാവിലെ ഞങ്ങളൊരു ജപമാല ചൊല്ലി, മെഡിക്കൽ കോളേജാണെന്നൊന്നും ഞങ്ങൾ നോക്കിയില്ല. അവിടെ ഒത്തിരി മനുഷ്യരിപ്പുണ്ടായിരുന്നു. മാതാവിൻ്റെ രൂപവും ഉടമ്പടി പത്രികയും എല്ലാം ഞങ്ങളുടെ 2 പേരുടെയും കയ്യിലുണ്ടായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ 8:30 ആയപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, ഇന്നിവന് സർജറി ചെയ്യുന്നില്ല, വേറൊരു സർജറി ഉണ്ട്, മിക്സ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിങ്ങനെ വാരിയലിൻ്റെ താഴം കൊണ്ട് അകത്തിയിട്ട് ചങ്കിൻ്റെ ഒരു സൈഡ് കൊണ്ട് ഇങ്ങനെ വാരിയലിനെ അകത്തി വെച്ചിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. കുറച്ചും കൂടെ കോംപ്ലിക്കേഷനുണ്ട്, 5-5.5 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് അത് വേണമെങ്കിൽ ഇവന് തിങ്കളാഴ്ച ചെയ്യാം, നിങ്ങൾ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാനിവന് വെള്ളമൊക്കെ കൊടുത്തു. അപ്പോൾ ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞുകൊണ്ട് കാപ്പി മേടിക്കാനായിട്ട് ഹസ്ബൻഡ് പുറത്തേക്ക് പോയ സമയത്ത് നിങ്ങൾ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞ ഡോക്ടേഴ്സ് തന്നെ തിരിച്ചു വന്നിട്ട് പറയുകയാണ്, ഇവനെ ഇപ്പോൾ ഓപ്പറേഷന് കയറ്റുവാണ്. ഞാൻ പറഞ്ഞു, സാറേ അവൻ ആ മെയിൻ ഈ എല്ല് പൊട്ടിച്ചുള്ള ആ സർജറി അല്ല, മിക്സ് എന്ന് പറഞ്ഞ വേറൊരു സർജറിയാണ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത്, അത് തിങ്കളാഴ്ച വരാനാണ് ഞങ്ങളോട് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, വേണ്ട ചേച്ചി, അത് ഇവനെ ഇപ്പം തന്നെ ചെയ്യുവാണ്, ആ സർജറിയാണ് ചെയ്യുന്നത്, മിക്സ് എന്ന് പറഞ്ഞ സർജറിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇവനെ അന്നേരം തന്നെ ഹസ്ബൻഡ് താഴെ നിന്ന് കാപ്പി മേടിച്ചുകൊണ്ട് കയറി വന്നപ്പോഴത്തേക്ക് ഇവനെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിക്കൽ എത്തിച്ചു. ഞാൻ ജസ്റ്റ് ഇവൻ്റെ ചങ്കിലെന്നും തൈലം തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു, ഇവൻ്റെ അസ്ഥികളൊന്നും പൊട്ടാൻ ഇടവരല്ലേ ഈശോയെന്ന് അമ്മയോടും പ്രാർത്ഥിക്കുമായിരുന്നു. എന്താണേലും ഞാൻ ആ കാശുരൂപം എൻ്റെ നെഞ്ചി വെച്ചിട്ട് പറഞ്ഞു, മോൻ എന്താണേലും പോയിട്ട് വാ, അമ്മയോട് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് തന്നെ കിടന്നു എന്ന് പറഞ്ഞു. സർജറിക്ക് രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ കയറ്റി. വൈകിട്ട് 5 മണി വരെ ഞങ്ങളോട് ബ്ലഡ് ചോദിച്ചോ മെഡിസിൻ മേടിക്കാൻ പറഞ്ഞു, ഒന്നും ആരും ഭാഗത്തുനിന്ന് വിളിച്ചില്ല. വൈകുന്നേരം 8:30 ആയപ്പോൾ എന്നെ കാണിച്ചു. പിറ്റേ ദിവസം രാവിലെ കാണിച്ചു. 4-ാമത്തെ ദിവസം ഇവനെ
ഒരു കുഴപ്പവും കൂടാതെ ഡിസ്ചാർജ് ചെയ്തു. ഇവൻ്റെ ഒരു സ്റ്റിച്ചും പഴുക്കുകയോ ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ഇവൻ ഫുട്ബോൾ കളിക്കുന്ന ആളാണ്. ഇപ്പോഴും അവന് നല്ല ആരോഗ്യവാനായിട്ട് ഫുട്ബോൾ കളിക്കുന്നു. എല്ലാ കാര്യങ്ങളും അവൻ്റെ ജീവിതത്തിൽ ഇത് ഒരു ഇതുമില്ലാതെ അവൻ പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇപ്പോൾ നിൽക്കുന്നു. പരിശുദ്ധ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഇവിടുന്ന് എല്ലാ 3 മാസം കൂടുമ്പോൾ, ആദ്യമൊക്കെ ഞങ്ങൾ വരുന്ന സമയത്ത് എല്ലാ മാസവും വരണമായിരുന്നു. അന്നേരവും ഇപ്പോഴും ഞങ്ങൾ പത്രം വാങ്ങി എല്ലാവർക്കും വിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ എന്നെ അറിയുന്നവരും എന്നെ കേൾക്കുന്നവരും ബസ്സിലിരിക്കുമ്പോഴാണേലും എവിടെ പോകുമ്പോഴാണേലും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറയുന്നതിന് യാതൊരു മടിയും കൂടാതെ പറയുകയും മറ്റുള്ളവർ പലരും ഞങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്, ഉടമ്പടി എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്യുന്നത് നമ്മുടെ അടുത്ത് വൃദ്ധസദനങ്ങൾ, ആരോഗ്യമില്ലാത്ത മക്കളെ താമസിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ പോവാറുണ്ട്. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ അടുത്ത് വരുന്ന ഏതൊരാൾക്കും നമ്മളാൽ പറ്റുന്ന എല്ലാ സഹായങ്ങളും അവർക്ക് ആവശ്യം എന്തെന്ന് പറയുന്നോ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഉള്ളതിൽ വെച്ച് ഞങ്ങളത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അവിടെ ആയിരിക്കുന്നത് കൊണ്ട് എനിക്ക് വേണ്ടി കൂടെ ഹസ്ബൻഡാണ് പത്രമൊക്കെ മേടിച്ച് കൊടുക്കുന്നത്. ആത്മീയ ജീവിതം വിശുദ്ധ കുർബാനയിൽ ഇവിടെ ആയിരുന്നപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് മാസത്തിൽ 1 വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നത്. അവിടെ കുമ്പസാരവും വിശുദ്ധ കുർബാനയുണ്ട്. അവിടെ പ്രെയർ കാര്യങ്ങളെല്ലാം ഒത്തിരി നമ്മുടെ കൃപാസന മാതാവിൻ്റെ ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്. അമ്മയുടെ ഉടമ്പടി എടുത്ത മക്കൾ അവിടെ ഉണ്ട്. പ്രാർത്ഥനയിൽ എല്ലായ്പ്പോഴും തന്നെ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നു. കുർബാന മാസത്തിൽ 1 ഉള്ളൂ. ഹസ്ബൻഡ് എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുന്നു. മക്കൾ സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം പോകുന്നുണ്ട്. സന്ധ്യാപ്രാർത്ഥനയും ഉണ്ട്. ജപമാല എല്ലാ ദിവസവും ഞങ്ങൾ എത്തിക്കാറുണ്ട്. ഞാൻ അവിടെ ആണെങ്കിലും ഞാൻ ഗ്രൂപ്പായിട്ട് ഞങ്ങൾ ഗൂഗിൾ മീറ്റ് വഴിയൊക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു. സ്വന്തമായിട്ടും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ദൈവവിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ട് സാധിച്ചു. ഇനിയും മുന്നോട്ട് ഈ ഉടമ്പടിയിൽ തന്നെ ആയിരിക്കാനും മരണം വരെ ഈ ഉടമ്പടിയിലായിരിക്കുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം യാചിക്കുന്നു. ഈശോയോ ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൽ ആനന്ദിക്കുക. അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിൻ്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക. കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക. അവിടുന്ന് നോക്കിക്കൊള്ളും. സങ്കീർത്തനം 37:4-5 വചനങ്ങളാണ്. ഉടമ്പടി ഒരു വിളിയാണ്, ഒരു തിരഞ്ഞെടുപ്പാണ്. ദൈവത്തോടുള്ള ഒരു വിശ്വാസ സമർപ്പണമാണ് ഉടമ്പടി. കർത്താവിൽ ആനന്ദിക്കാനും അവിടുത്തോട് ചേർന്ന് നിന്ന് ജീവിതം മുന്നോട്ട് നയിക്കുവാനുമുള്ള ഒരു ആത്മീയതയിലേക്കുള്ള ഒരു വിളിയാണ് ഉടമ്പടി. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും, അതായത് ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള വിഷമങ്ങൾ, 2004 ഡിസംബർ 7 പരിശുദ്ധ അമ്മ ഇവിടെ വന്നപ്പോൾ ദുരന്തം വരാൻ പോകുന്നു എന്ന ഒരു വിഷയവുമായിട്ടാണ്, ഒരു മെസ്സേജുമായിട്ടാണ് അമ്മ ഇവിടെ വന്നത്. ആ ദുരന്തങ്ങൾ നമുക്കറിയാം. അത് കഴിഞ്ഞ് എന്തൊക്കെ ദുരന്തങ്ങൾ വന്നു. പക്ഷേ ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ദുരന്തങ്ങൾ, അതായത് നമ്മുടെ കഷ്ടതകൾ, നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ, നമ്മുടെ വിഷമതകൾ, നമ്മുടെ ജോലിയില്ലായ്മകൾ, നമ്മുടെ രോഗങ്ങൾ, ഇന്നിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ലോകത്തിന് ഒരു വലിയ ദാനമാണ്, ഒരു വലിയ ഗിഫ്റ്റാണ് കൃപാസനം അമ്മ. ഈ അമ്മയുടെ കരങ്ങളിലൂടെയാണ് നാം ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാൻ സാധിക്കുന്നത്. അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ വിശുദ്ധ സന്നിധിയിൽ, ഈ അൾത്താരയിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൽ ആനന്ദിക്കാനാണ് അമ്മ നമ്മെ വിളിക്കുന്നത്. നമ്മളെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്ന ഒരു ദൈവമുണ്ട് ഈ കൃപാസനത്തിൽ. നമ്മുടെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുമ്പോൾ, വിശ്വാസം അർപ്പിക്കുമ്പോൾ നമ്മെ നോക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന, നമ്മെ താങ്ങി നിർത്തുന്ന നമ്മെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാം നമ്മൾ സമർപ്പിക്കുമ്പോൾ, ഓൾ സറണ്ടർ ടു ഗോഡ്, എന്നാൽ എല്ലാ കാര്യങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഓരോ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതായിട്ടാണ് നാം ഓരോ സാക്ഷ്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൈവത്തിൽ ആനന്ദം കൊള്ളുമ്പോഴാണ് നമ്മുടെ ഹൃദയം ശുദ്ധമാകുന്നത്. ദൈവത്തിന് നമ്മുടെ ജീവിതം ഭരമേൽപ്പിക്കുമ്പോൾ
ഭയമില്ലാതെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും, പ്രതിസന്ധികൾ എന്ത് പ്രതിസന്ധികളായാലും അതെല്ലാം തരണം ചെയ്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനും മുന്നോട്ട് പോകുവാനുമുള്ള ശക്തിയാണ് നമുക്ക് ഉടമ്പടിയിലൂടെ ലഭിക്കുന്നത്. സിനി തോമസ് എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിൽ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ യൂട്യൂബിൽ കൂടെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും പരിശുദ്ധ അമ്മയെപ്പറ്റി, കൃപാസനം അമ്മയെപ്പറ്റി അറിയുകയും നേരെ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുക്കുകയുമാണ് ചെയ്തത്. കുടുംബം എല്ലാവരും ഒന്നിച്ചാണ് ഉടമ്പടിയിൽ എല്ലാവരും ഉടമ്പടി എടുത്തിട്ടുണ്ട്. ആ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുമ്പോഴാണ് ഈ മകളുടെ ഒരു നിയോഗം സമർപ്പിച്ചത്. അതായത് അംഗൻവാടി ടീച്ചറായിട്ട് ജോലി ചെയ്യുമ്പോൾ സൗണ്ട് ഇല്ലെങ്കിൽ നമുക്ക് യാതൊരു രക്ഷയുമില്ല, എസ്പെഷ്യലി ഫോർ ടീച്ചിങ് പ്രൊഫഷൻ. അപ്പോഴിവിടെ ശബ്ദത്തിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. അതായത് ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ മൾട്ടി നോഡ്യൂൾ ഗോയിറ്റർ എന്നാണ് പറഞ്ഞത്. അത് സർജറി ചിലപ്പോൾ വേണമായിരിക്കാം. ഇത് ഡോക്ടറിനെ കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ സർജറി വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് നമുക്കറിയാം ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ ലഭിക്കുവാനായിട്ടാണ് ഈ സഹോദരി ടോക്കൺ എടുക്കുവാനായിട്ട് മാനേജറിൻ്റെ ഓഫീസിൽ പോയത്. ഇങ്ങോട്ട് പോന്നപ്പോഴറിയാം ഇനി സൗണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല, ശബ്ദം ഉപയോഗിക്കാൻ പറ്റത്തില്ല, ടീച്ചറിൻ്റെ ജോലി ചെയ്യുവാനായിട്ട് മുൻപോട്ട് സാധിക്കില്ല എന്നൊരു തോന്നലാവാം. ഒരുപക്ഷെ ഈ മകള് ഒരു പാസ്പോർട്ടും കൂടെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അച്ഛനെ കാണാനുള്ള ടോക്കൺ എടുക്കാൻ വന്നത്. ഒരു ടോക്കണേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് എമർജൻസി ആയിട്ടുള്ളത് തൊണ്ടയിലെ പ്രശ്നമാണ്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ അവിടെ കാണിച്ചു, ഡോക്യുമെൻ്റ് ആയിട്ട് അവിടെ ടോക്കൺ ലഭിച്ചു. ഇവിടെ വന്നു അച്ഛൻ, ജോസഫ് അച്ഛൻ ഈ മകളുടെ കഴുത്തിൽ തൊണ്ടയിൽ സൈത്ത് തേച്ച് പ്രാർത്ഥിച്ചു. പിന്നീട് അച്ഛൻ മുന്നോട്ട് മറ്റുള്ളവരെ അനുഗ്രഹിക്കാനായിട്ട് പോയി. പക്ഷെങ്കിൽ വീണ്ടും അച്ഛനെ ഈ മകളിലേക്ക് തിരിച്ചു വരികയാണ്. ഒരുപക്ഷെ പരിശുദ്ധ അമ്മ തന്നെയാണ് അച്ഛനിലൂടെ സംസാരിക്കുന്നത്. പിന്നീട് ഈ മകളോട് ചോദിച്ചത്, അച്ഛൻ്റെ കയ്യിൽ വേറെ ഒരു പേപ്പറുമില്ല, ഒരു സ്ലിപ്പ് മാത്രമുണ്ട്, തൊണ്ടവേദന അത് മാത്രം എഴുതിയിട്ടുണ്ട്, വേറെ ഒന്നും അച്ഛൻ അറിയില്ല. അച്ഛൻ 2-3 പേരെ ബ്ലസ് ചെയ്തിട്ട് വീണ്ടും ഈ മകളിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് ചോദിച്ചു, ഈ പാസ്പോർട്ട് എന്തിനാണ് എന്ന്. പിന്നീട് ഈ പാസ്പോർട്ടിനെ പറ്റി പറയുകയും അച്ഛൻ ഈ പാസ്പോർട്ട് എടുത്ത് പരിശുദ്ധമ്മയുടെ അരികിൽ പോയി പ്രാർത്ഥിക്കുകയാണ്. പിന്നീടാണ് ഈ മകളുടെ മനസ്സിൽ ഇസ്രായേൽ എന്ന ഒരു രാജ്യത്തിൻ്റെ പേര് വരികയും പിന്നീടാണ് മനസ്സിലായത് ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഇടപെടലായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി ആ നിമിഷം തന്നെ സൈത്ത് തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ തൊണ്ടയിലുണ്ടായിരുന്ന മൾട്ടി നോഡ്യൂൾ ഗോയിറ്ററിൻ്റെ അസുഖം പൂർണ്ണമായിട്ട് ഭേദപ്പെടുകയും സർജറി ചെയ്യുകയോ FNAC ഒരു പ്രാവശ്യം ചെയ്തിട്ട് അത് കുത്തിയെടുത്തിട്ട് ശരിയായില്ല, വീണ്ടും FNAC ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നീട് സർജറി ചെയ്യണമെന്നാണ് പറഞ്ഞത്. പക്ഷെങ്കിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി FNAC വീണ്ടും ചെയ്തില്ല, സർജറി ചെയ്തില്ല. ആ രോഗം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുകയാണ്. സൈത്ത് തേച്ച് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചു. പിന്നീട് അച്ഛൻ തന്നെയാണ് ആ പാസ്പോർട്ട് എടുത്ത്, ഈ മകളൊന്നും പറഞ്ഞില്ല, അച്ഛൻ തന്നെ എടുത്ത് പാസ്പോർട്ട് എടുത്ത് മാതാവിൻ്റെ ഇടയിൽ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്നു. ഈ മകൾക്ക് പിന്നീട് ഇസ്രായേലിലേക്കുള്ള പാസ്പോർട്ട്, വിസയും ടിക്കറ്റും ഒക്കെ ആയിട്ടാണ്. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വരുവാൻ സാധിച്ചില്ല ആ ദിവസങ്ങളിൽ. അതുകൊണ്ട് ഇപ്പോൾ അവധിക്ക് വന്നപ്പോൾ പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഉടമ്പടി പുതുക്കി ഇന്ന് സാക്ഷ്യപ്പെടുത്തുവാനായിട്ടാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. ഈശോയുടെയും അമ്മയുടെ അരികിൽ വരുമ്പോൾ നമുക്കറിയാം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ആത്മീയതയുടെ ഒരു വലിയ പ്രതീകമാണ്. കാരണം അച്ഛൻ്റെ ആത്മീയതയിലാണ് ഒരുപക്ഷെ പരിശുദ്ധ അമ്മ ഈ സന്നിധിയിൽ വന്നത്. ആത്മീയതയുടെ ആഴം എത്രമാത്രമാണെന്ന് നമുക്കറിയാം. 40 വർഷത്തെ പൗരോഹിത്യ ജീവിതവും അതിലും മുമ്പുണ്ടായിരുന്ന ചെറുപ്പകാലം തൊട്ട് ആത്മീയ ജീവിതത്തിലുള്ള ആസ്ഥയിലാണ് പരിശുദ്ധ അമ്മ ഓരോ കാര്യവും അച്ഛന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അമ്മ ഇവിടെ വന്നപ്പോൾ ദുരന്തം വരാൻ പോകുന്നു എന്ന് പറഞ്ഞത് അന്നേരത്തെ ദുരന്തം മാത്രമല്ല, ഇന്ന് നമ്മുടെ ജീവിതത്തിലുള്ള ദുരന്തത്തെപ്പറ്റിയുമാണ് അമ്മ പറഞ്ഞിരുന്നത്. എല്ലാ ദുരന്തങ്ങൾക്കുമുള്ള ഒരു ആശ്രയമാണ്, ഒരു അഭയസ്ഥലമാണ് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധി. ഈ സന്നിധിയിൽ വന്ന് നമ്മുടെ ഓരോ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും, ഏതവസ്ഥയിലാണെങ്കിലും, എല്ലാം തോറ്റ് നഷ്ടപ്പെട്ടു, ഇനി പ്രതീക്ഷയൊന്നും ഇല്ല എന്ന് പറയുന്ന അവസ്ഥയാണെങ്കിൽ പോലും എല്ലാം പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്നു കഴിയുമ്പോൾ, അമ്മയുടെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അമ്മയാണ് ഈശോയുടെ കരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. കാനായിലെ വിവാഹ വിരുന്നിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞത് പരിശുദ്ധ അമ്മയാണ്. നമ്മുടെ എല്ലാ ഇല്ലായ്മകളും പരിശുദ്ധ അമ്മയാണ് ഈശോയോട് പറയുന്നത്. പക്ഷെങ്കിൽ ഈശോ പറഞ്ഞത് എൻ്റെ സമയമായില്ല എന്നാണ്.
അവിടെയും അമ്മ തന്നെയാണ് പറഞ്ഞത്, അവൻ പറയുന്നത് ചെയ്യുക എന്നാണ്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്, സമയമാകാത്ത സമയമാക്കിയ അമ്മയാണ് അവിടെ. അവൻ പറയുന്നത് ചെയ്തപ്പോൾ അവിടെ അസാധ്യമായത് സാധ്യമാക്കിയത് ഈശോയാണ്. ഉടമ്പടിയിലും ഇത് തന്നെയാണ് ഇന്ന് നടക്കുന്നത്. അസാധ്യമായത് സാധ്യമാക്കുന്ന അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ. സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഇവിടെ എത്തിയപ്പോൾ സമയത്തിന് മേൽ എനിക്ക് അധികാരമുണ്ട് എന്ന ഒരു മെസ്സേജാണ് നമുക്ക് തരുന്നത്. ഈ മകളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ആ മൾട്ടി നോഡ്യൂൾ ഗോയിറ്റർ അത് പൂർണ്ണമായിട്ട് രോഗസൗഖ്യപ്പെടാനായിട്ട് അച്ഛൻ സൈത്ത് തേച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ പാസ്പോർട്ട് അച്ഛൻ തന്നെയാണ് ഈ മകളുടെ കയ്യിൽ നിന്നെടുത്ത് പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് ഇസ്രായേൽ ഒരു നല്ല ജോലി ലഭിക്കുകയും ഇപ്പോഴവധിക്ക് വേണ്ടിയിട്ട് അമ്മയുടെ സന്നിധിയിൽ നന്ദി പറയുവാനായിട്ട് വരികയും ചെയ്തത്. ഇവിടെ ഈശോയുടെ മമ്മിയുടെ ഒരു വലിയ അനുഗ്രഹമാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ആത്മീയ ആസ്തിയിൽ നിന്നുള്ള ഒരു പങ്കാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ ആസ്തിയിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കുന്ന ഉടമ്പടിയിലൂടെയാണ്. ഉടമ്പടി ജീവിതം കൂടുതൽ തീക്ഷ്ണതയോടെ ആത്മാർത്ഥതയോടെ നയിക്കുമ്പോൾ അച്ഛൻ്റെ ആത്മീയതയിലേക്ക് നമുക്കും ഒരു പങ്ക് ലഭിക്കാനുള്ള ഒരു വഴിയാണത്. ആ ആത്മീയ ജീവിതത്തിലേക്ക് നമുക്കും ചുവടുകൾ എടുത്ത് മുന്നോട്ട് പോകാം. അതുപോലെ തന്നെയാണ് മകളുടെ കാര്യവും. മകൻ്റെ അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞത് ഇതുപോലെ തന്നെയാണ്. സർജറിയുടെ കാര്യവും പെട്ടെന്ന് തന്നെ ഡേറ്റ് കിട്ടുകയും അത്രയും നാൾ അവർ ശ്രമിച്ചിട്ട് പറ്റാത്ത കാര്യമാണ് പെട്ടെന്ന് ഡേറ്റ് ഫിക്സ് ചെയ്യാൻ സാധിച്ചതും. പെട്ടെന്ന് തന്നെ ഒരു സ്പീഡ് റിക്കവറിയാണ് ഈ മകന് കിട്ടിയത്. ട്രീറ്റ്മെൻറ്റ് ഒരു പക്ഷേ അത് നല്ല രീതിയിൽ നടക്കുവാനും പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യുവാനും ഡേറ്റ് ഇട്ടാനും സാധിച്ചു എന്നാണ് ഈ മകൾ പറഞ്ഞ സാക്ഷ്യത്തിൽ. അവിടെയും ഈശോയുടെയും അമ്മയുടെയും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, സഞ്ചാരി മാതാവിൻ്റെ ഇടപെടലാണ് യാത്ര ചെയ്യുന്ന അമ്മ. ആ ഹോസ്പിറ്റലിൽ പോയി മകൻ്റെ കൂടെ നിൽക്കുകയും പെട്ടെന്ന് തന്നെ രോഗം സൗഖ്യപ്പെട്ട് പൂർണ്ണമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് ഒരു കുഴപ്പവുമില്ലാതെ അമ്മയുടെ സന്നിധിയിൽ വരുവാനും സാധിച്ചത് ഈ കുടുംബം മുഴുവനും ഉടമ്പടിയിലാണ്. ഉടമ്പടിയിലുള്ള മക്കളുടെ ജീവിതത്തിൽ നമുക്ക് ആനന്ദിക്കാനുള്ള എല്ലാ ചാൻസുമുണ്ട്. കാരണം എല്ലാ അവസരങ്ങളും ഉണ്ട്. കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന ഒരമ്മയാണ്. ഈ മകൾ പാസ്പോർട്ട് കയ്യിൽ പിടിച്ചൊന്ന് ആഗ്രഹിച്ചു, അച്ഛനൊന്ന് എടുത്തിരുന്നെങ്കിൽ, അച്ഛനൊന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എന്ന്. ഇവിടെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന അമ്മ. നമ്മുടെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുമ്പോൾ, വിശ്വാസത്തോടെ സമർപ്പിക്കുമ്പോൾ എല്ലാം നോക്കിക്കൊള്ളുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മെ സംരക്ഷിച്ച് കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്ന പരിശുദ്ധ അമ്മയാണ് കൃപാസനം അമ്മ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നില്ല നിങ്ങൾക്ക് ലഭിക്കുമെന്ന് മത്തായിയുടെ സുവിശേഷം 21:22 പറയുന്നു. നമുക്കും പൂർണ്ണ വിശ്വാസത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കാനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സിനി തോമസിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ചിപ്പി, എൻ്റെ ഹസ്ബൻഡാണ് അജിൻ. ഞങ്ങളുടെ കുഞ്ഞാണ് ലൂക്ക, 7 മാസം പ്രായമാണ്. ഞങ്ങൾ വരുന്നത് സെയിൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച്, കറുകച്ചാൽ, പനയമ്പാല, ചങ്ങനാശ്ശേരി ഡയസിസ് നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഓഗസ്റ്റ് 13, 2024 അത് ഓൺലൈനായിരുന്നു. ഞാൻ UK ഞാൻ കൃപാസനത്തിനെക്കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇങ്ങനെ പലരും സാക്ഷ്യം പറയുന്നത് കേട്ടിട്ടാണ്. ആദ്യമൊക്കെ ആ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നി. എങ്ങനെ ഇങ്ങനെ മനുഷ്യർക്ക് ഇതുപോലുള്ള അനുഗ്രഹങ്ങൾ കിട്ടുന്നു. അങ്ങനെ ഞാൻ ആ സാക്ഷ്യം കണ്ടിന്യൂ ചെയ്ത് കേൾക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കൃപാസനത്തിനെക്കുറിച്ച് ഇതെന്താണ്, ഈ സ്ഥാപനം എന്താണ്, എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ ആദ്യമായി എനിക്ക് ഇതിനെക്കുറിച്ചൊരു നെഗറ്റീവായിട്ട് 1-2 കമൻറ്റ്സ് കണ്ടു. അപ്പോൾ ഞാൻ ഓർത്തു വേണ്ട, വെറുതെ എന്തിനാ പോകുന്നത് എന്ന രീതിയിലായി. പക്ഷേ വീണ്ടും ഞാൻ ആ സാക്ഷ്യങ്ങൾ കാണുമ്പോൾ എനിക്ക് ഒന്നുകൂടെ അടുപ്പമാണെന്ന് തോന്നിയത്. അങ്ങനെ ഞാൻ സാക്ഷ്യങ്ങൾ കേട്ട് എനിക്ക് ഇവിടെ വരണം എന്ന് തോന്നി. അങ്ങനെ ഹസ്ബൻഡ് 2024 ജൂണിൽ UK വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിവിടെ വരെ ഒന്ന് പോകണം, എനിക്ക് അവിടെ വരെ പോകണം, ഉടമ്പടി ഒന്ന് എടുക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ഉടമ്പടി എടുക്കാൻ എനിക്കൊരു 50% മനസ്സേ ഉള്ളായിരുന്നു. എടുക്കണോ വേണ്ടയോ എങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തുമില്ല. അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടി ഇവിടെ വന്നപ്പോഴത്തേക്കും സമയം കഴിഞ്ഞു പോയി. അതുകൊണ്ട് ഉടമ്പടി എടുത്തില്ല. ഞാൻ കുഴപ്പമില്ലല്ലോ, എൻ്റെ തെറ്റും കൊണ്ടല്ലല്ലോ, സമയം കഴിഞ്ഞുകൊണ്ടാണെന്നുള്ള ഇതിൽ ഞാനങ്ങ് തിരിച്ചു പോയി. അങ്ങനെ ഞങ്ങൾ ജൂലൈയിൽ തിരിച്ച് UK അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് അവിടെ ഒരു സിവിൽ എഞ്ചിനീയറായിട്ട് തന്നെ ഒരു ജോലി കിട്ടുന്നു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു കോൺടാക്റ്റും ഇല്ല. അവരോട് കോൺടാക്ട് ചെയ്തിട്ട് അവരൊന്നും പറയുന്നുമില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഉപ്പുണ്ട്, അത് മാതാവിനോട് പ്രാർത്ഥിച്ച് നമുക്ക് ഒരു മെയിൽ അയക്കാം. ഞാൻ പലരും സാക്ഷ്യം പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പല അത്ഭുതങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന്. അങ്ങനെ ഹസ്ബൻഡും ഞാനും കൂടെ ആ ഉപ്പ് ഉപയോഗിച്ച് ഞങ്ങൾ
ഈ പറഞ്ഞ പോലെ ഒരു മെയിൽ അയച്ച ഉടനെ തന്നെ കുറച്ച് നേരം കൊണ്ട് 1 മണിക്കൂറിൻ്റെ അകത്ത് തന്നെ അവരതിന് റിപ്ലൈ തരികയും വിളിക്കുകയും അടുത്ത ഒരു ഫൈനൽ റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂവിന് വിളിക്കുകയും അങ്ങനെ ഞങ്ങളവിടെ ഹസ്ബൻഡ് അവിടെ ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ജോയിൻ ചെയ്ത് അവർ വളരെ ഇഷ്ടപ്പെട്ടാണ് ഹസ്ബൻഡിനെ അവിടെ എടുത്തത്. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയത്തില്ല, അവിടെ ഭയങ്കരമായിട്ടും ഒരു ഡിസ്ക്രിമിനേഷൻ പോലെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ ഉടമ്പടി എടുക്കാം, ഓൺലൈൻ ഉടമ്പടി ഉണ്ട്, ഞാൻ എടുത്തോളാം, എല്ലാം ശരിയാവും. ഞാൻ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഉടമ്പടി എടുത്താൽ എല്ലാം ഓക്കെ ആവും എന്നുള്ളത്. അങ്ങനെ ഞാൻ ഓഗസ്റ്റ് 13-ാം തീയതി ഞാൻ എടുക്കുന്നു ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇതെല്ലാം കറക്റ്റായിട്ട് ഓക്കെ ആവും എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ. ആ ഒരു ആഗ്രഹമാണ് ഫ്രണ്ടിൽ വെച്ചിട്ട് ഞാനിങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വെളുപ്പിനെ എഴുന്നേറ്റ് 5:30-ക്കും വൈകിട്ടും ബൈബിൾ റീഡിങ്ങും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടുത്തെ സാഹചര്യം കാരണം റിസൈൻ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഹസ്ബൻഡ് അവിടെ നിന്ന് റിസൈൻ ചെയ്തു. ഓൾറെഡി നേരത്തെ ഉണ്ടായിരുന്ന ജോലിയിൽ നിന്നും റിസൈൻ ചെയ്ത്, കാരണം അവിടെയും വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞു. ഞാനും പുതിയതായിട്ട് ചെന്നോണ്ട് എനിക്കും ജോലിയില്ല, എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു നിന്നു. പക്ഷെ മാതാവിനോട് കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. എന്നും കൊന്ത ചൊല്ലും, രാവിലത്തെ പ്രാർത്ഥനകളെല്ലാം ചൊല്ലും, ഇവിടുത്തെ പ്രാർത്ഥനകളും എല്ലാം ചൊല്ലി പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ നിന്നു. അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ വേക്കൻസികൾ ഞങ്ങളോട് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, വേക്കൻസി ഇല്ല, പക്ഷെ ഞാൻ എടുക്കാം നിന്നെ, കുഴപ്പമില്ല, നീ വന്ന് ജോയിൻ ചെയ്തോളൂ എന്ന് പറഞ്ഞ് പഴയ കമ്പനിയിൽ നിന്ന് ഹസ്ബൻഡിനെ UK വിളിച്ചു. അങ്ങനെ ഹസ്ബൻഡ് അവിടെ പോയി. അന്നേരം തന്നെ എനിക്കും ഈ പറഞ്ഞ പോലെ ഒരു പാർട്ട് ടൈം ജോലിയായിട്ട് അവിടെ കിട്ടുന്നു. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഒരു ഞങ്ങളുടെ ഫീൽഡിൽ തന്നെ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജോലികളൊന്നും ആവുന്നില്ല. അപ്പം ഞാനിങ്ങനെ ഓർത്ത്, ഞാൻ ഉടമ്പടി എടുത്തത് പക്ഷെ ഇതെന്നാ ഒന്നും ആവാത്തെ. അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി തരണമെന്ന് പ്രാർത്ഥിച്ചു. അന്ന് എനിക്ക് കിട്ടിയ ഒരു വചനമാണ് ജെറമ്യാ പ്രവാചനത്തിൻ്റെ 29-ാം ചാപ്റ്റർ 29 വേഴ്സസ് 11-14 എനിക്ക് കിട്ടിയതാണ്. അതിനകത്ത് നല്ലൊരു ഭാവി ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞൊരു വചനമാണ്. ഞങ്ങൾ ആ വചനം വെച്ച് എന്നും പ്രാർത്ഥിച്ചു. അതുപോലെ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഒക്ടോബർ 30 എന്നൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ ഞങ്ങൾക്കൊരു സൈൻ തരണം. ഞങ്ങളിവിടെ നിൽക്കണോ UK അതോ തിരിച്ച് ഞങ്ങൾ നാട്ടിൽ പോകണോ, എന്ത് ചെയ്യണോ ഞങ്ങൾക്ക് അറിയത്തില്ല. അങ്ങനെ ഇരിക്കെ മാതാവ് ഒക്ടോബർ ലാസ്റ്റ് ആവാറായി. വീട്ടുകാരെല്ലാം ചോദിക്കാൻ തുടങ്ങി എന്താ ഡിസിഷൻ എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, മാതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചേക്കുവാണ്. അങ്ങനെ ഒരു ദിവസം മാതാവ് ഇതുപോലെ ഒക്ടോബർ ലാസ്റ്റ് ആയപ്പോൾ 25 ആയപ്പോഴത്തേക്കിന് ഹസ്ബൻഡിൻ്റെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ വിളിക്കുന്നു, നാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കൊച്ചിയിലുള്ള ഓഫീസിൽ നിന്ന് വിളിക്കുന്നു, ഇങ്ങനെ ഒരു ജോബ് ഓപ്പണിംഗ് ഉണ്ട്, നിങ്ങൾ ജോയിൻ ചെയ്യുന്നോ എന്ന് പറഞ്ഞ് ജോയിൻ. അങ്ങനെ ഹസ്ബൻഡ് ഓക്കെ പറഞ്ഞു. അതിൻ്റെ ഇൻ്റർവ്യൂസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ പ്രതീക്ഷിച്ചത് മാത്രം ഒരു ജോലിയായിരുന്നു, എന്നാൽ നമുക്ക് നാട്ടിൽ തിരിച്ചു പോകാം എന്നുള്ളൊരു ജോലി മാത്രമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ മാതാവ് ഞങ്ങൾക്ക് അവിടെയും സഹായിച്ചു. ഈ പറഞ്ഞ പോലെ ഹസ്ബൻഡിന് മുന്നോട്ട് നല്ലൊരു ഡെസിഗ്നേഷനും അതുപോലെ നല്ലൊരു ഓഫറും എല്ലാ കാര്യങ്ങളും കൊടുത്ത് ഞങ്ങൾക്ക് UK നല്ലതായിട്ട് ഇവിടെ ഒരു ഓഫർ കിട്ടി. അങ്ങനെ ഞങ്ങൾ അത് തീരുമാനിച്ച് ഞങ്ങൾ നവംബറിൽ ഇങ്ങനെ നാട്ടിൽ വരുന്നു. ഇതിൻ്റെ ഇടയ്ക്കെല്ലാം പലപ്പോഴും ഞാൻ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്, പലർക്കും മാതാവിൻ്റെ സുഗതം കിട്ടുന്നു, റെയിൻബോസ് കാണുന്നു സൈനായിട്ടെന്നൊക്കെ. അപ്പം ഞാനെല്ലാം പ്രാർത്ഥിച്ചു, മാതാവ് ഇതുപോലൊരു അനുഭവം എനിക്കും ഉണ്ടാവണം. അങ്ങനെ ഞാൻ പലയിടത്തും പോകുമ്പോഴും ഓരോ ആവശ്യങ്ങൾക്കും എല്ലാവരും എന്നെ ഇങ്ങോട്ട് സഹായിച്ചാണ് വരുന്നത്. അതുപോലെ ഈ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എനിക്ക് പലപ്പോഴും മാതാവിൻ്റെ ആ മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഞാൻ ഓരോ പ്രാവശ്യം മാതാവ് റെയിൻബോയുടെ സൈൻ ചോദിക്കുമ്പോൾ മാതാവ് റെയിൻബോയുടെ സൈൻ അല്ലെങ്കിൽ ഒരു നീല കളർ, അങ്ങനെ ഞാൻ ചോദിച്ചിട്ടുള്ള എല്ലാ സൈനും അനുഗ്രഹങ്ങളും തന്ന് ഞങ്ങളുടെ വിശ്വാസം ഓരോ ദിവസവും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്കവിടെ നേരിട്ട് പോകണം, കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണം, എനിക്ക് ഉടമ്പടി എടുക്കണം. ബിക്കോസ് ഞങ്ങൾ 3 വർഷമായിട്ട് ഇതുപോലെ കുഞ്ഞിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ആവുന്നില്ല. അപ്പോൾ UK പോകുന്നതിന് മുന്നേ ഞാൻ കൊണ്ടുപോയി ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ ട്യൂബ് ബ്ലോക്കാണ് എന്നിങ്ങനെ പറഞ്ഞു. നമുക്കത് വേണേൽ ക്ലിയർ ചെയ്തിട്ട് നോക്കാം എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ചേച്ചിക്ക് ഇതുപോലെ കുഞ്ഞായിട്ടില്ലായിരുന്നു, ഇതുപോലെ 7 വർഷമായിട്ട് അവൾക്ക് കുഞ്ഞായിട്ടില്ല. അപ്പോൾ എനിക്കും ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി. ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ കൂടാണ് അന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് അവരുടെ മുഖം കണ്ടപ്പോഴും ഭയങ്കര സങ്കടം തോന്നി. അത് ദൈവമേ, കുഞ്ഞുനാൾ തൊട്ട് ദൈവത്തോട് ഇത്രയും പ്രാർത്ഥിച്ച് മാതാപിതാക്കൾ വളർത്തി, പക്ഷേ ഇന്നെന്തിനാണ് ഞങ്ങളെ ഇത്രയും പരീക്ഷിക്കണേ ഞങ്ങളെ എല്ലാവരെയും എന്ന് പറഞ്ഞു ഞാൻ. പക്ഷേ ഞാൻ അവിടുന്ന് മമ്മി പപ്പയോടും പറഞ്ഞു, മമ്മി നമുക്ക് പോവാം, ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല, എൻ്റെ ജീവനുള്ള ദൈവമാണെങ്കിൽ ആ ദൈവം എനിക്ക് കുഞ്ഞിനെ നൽകി തരുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ ആ ഹോസ്പിറ്റലിൻ്റെ വെളിയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ വരും, എന്തെങ്കിലും ഞാൻ ഈ ഹോസ്പിറ്റലിൽ വരും, പക്ഷേ തിരിച്ച് ഞാൻ എൻ്റെ പ്രഗ്നൻ്റായി ഞാൻ കുഞ്ഞിനെയും കൊണ്ട് കുഞ്ഞിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും, പ്രഗ്നൻസിയുടെ ആവശ്യത്തിനായിരിക്കും ഞാൻ വരുന്നത്, അതല്ലാതെ ഞാൻ ഇനി ഒരിക്കലും ഒരു കാര്യത്തിനും ഞാൻ ഹോസ്പിറ്റലിൽ കാല് കുത്തില്ല എന്ന് തന്നെ ഈശോയോട്
വാശിയോടെ തന്നെ അവിടെ നിന്ന് പറഞ്ഞു. അങ്ങനെയായിരുന്നു ഞങ്ങൾ UK യിലെല്ലാം പോയി. പിന്നെ തിരിച്ച് ഡിസംബറിൽ 2024 ഇവിടെ വന്നു കഴിഞ്ഞ് ഇതുപോലെ ഞാൻ പറഞ്ഞു, മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ ജാനുവരി 6 2025 ഞങ്ങൾ 3 വർഷം ആവുകയാണ് ആനിവേഴ്സറി ആകുമ്പം, അപ്പം ഞങ്ങൾ 3 പേരായിരിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ജാനുവരി 6 ആയിട്ടും ഈ പറഞ്ഞ പോലെ ഒന്നും അങ്ങനെ സംഭവിച്ചില്ല. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തു, മാതാവ് എന്നാണോ പ്രാർത്ഥന കേൾക്കാൻ, ഞാൻ ഈ ഉടമ്പടികളെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, എല്ലാ കാരുണ്യ പ്രവർത്തികളും എല്ലാം ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട് മറ്റുള്ളവരെ, എത്രയും നല്ലതായിട്ട് ജീവിക്കാൻ പറ്റുമോ അങ്ങനെ ജീവിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയും പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു, ജാനുവരി കഴിഞ്ഞിട്ടില്ലല്ലോ, മാതാവിനോട് ഞാൻ ജാനുവരിയാണ് പറഞ്ഞേക്കുന്നത്, മാതാവ് ജാനുവരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് മാതാവിന് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ജാനുവരി ലാസ്റ്റ് ആയപ്പോഴത്തേന്, ഫെബ്രുവരി ആദ്യമായപ്പോഴത്തേന് ഞാൻ ഇതുപോലെ ടെസ്റ്റ് ചെയ്തപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കത് പോസിറ്റീവായിട്ട് കാണിച്ചു. ഞാൻ ആ കിറ്റും കൊണ്ട് മാതാവിൻ്റെ മുന്നിൽ ചെന്ന് മുട്ടുകുത്തി മാതാവിനോട് നന്ദി പറഞ്ഞു, എനിക്ക് ഈ ഒരു കുഞ്ഞിനെ തന്നിന്, ഇത്രയും നാൾ ഞാൻ ഇത് കാണാതിരുന്നിട്ട് ഇന്ന് എനിക്കിത് കാണാനുള്ള ഒരു യോഗ്യം തന്നേന്ന് ഹസ്ബൻഡിനോട് ഞാൻ വിളിച്ചു പറഞ്ഞു. അങ്ങനെ അതിൻ്റെ മുന്നേ ഞാൻ ജാനുവരി 19 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞിട്ട് ഫെബ്രുവരിയിലാണ് എനിക്കിങ്ങനെ പ്രഗ്നൻ്റ് ആവുന്നതും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യത്തെ സ്കാനിങ്ങിന് ഡോക്ടറിൻ്റെ അടുത്ത് പോയി. സ്കാനിങ്ങിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, സാക്കിൻ്റെ മണ്ടയ്ക്ക് ഒരു ബ്ലഡ് കോട്ടുണ്ട്, ആ കോട്ട് ഇതുപോലെ വളരാതിരുന്നാൽ കുഴപ്പമില്ല, പക്ഷേ ഇല്ലെന്നുണ്ടെങ്കിൽ അത് മിസ്കാരേജ് ആവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. നിങ്ങളിപ്പോൾ ഇത് ആരോടും ഒന്നും പറയണ്ട, 3 മാസം വരെ കഴിയട്ടെ എന്നിട്ട് പറഞ്ഞാൽ മതി എന്ന് ഡോക്ടർ തന്നെ ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞു. പക്ഷേ അവിടെ ആ സ്കാനിങ്ങിൽ അത് പറഞ്ഞപ്പോഴും ഞാൻ മനസ്സോട് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്തു, ഞാൻ മാതാവിൻ്റെ കയ്യിൽ ഇത് ഏൽപ്പിച്ചു, എൻ്റെ കുഞ്ഞിന് ഒന്നും പറ്റത്തില്ല, ഇത് ദൈവം തന്നെ എനിക്കൊരു കുഞ്ഞാണ് ഇത്രയും നാളും കഴിഞ്ഞ്, മാതാവ് ഇതിനൊന്നും പറ്റത്തില്ല ഡോക്ടറെ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും സ്കാനിങ്ങിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ഒത്തിരി കുറഞ്ഞിരിക്കുന്നു, ഇതൊരു കുഴപ്പമില്ല, ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 5-ാം മാസത്തെ സ്കാനിങ്ങിന് വന്നു കഴിഞ്ഞപ്പോൾ അവരൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്തായി അതിനെക്കുറിച്ച് എന്നാ ഒന്നും പറയാത്തേ, ഇപ്പോൾ ഉണ്ടോ അങ്ങനത്തെ ഒരു ക്ലോട്ട് അവിടെ ഉണ്ടോ, ബ്ലഡ് ക്ലോട്ട് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ ഒരു ക്ലോട്ടേ അവിടെ കാണാനില്ല, ഞങ്ങളത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു, അങ്ങനെ ഒരു ക്ലോട്ട് കാണാനില്ല, ഒന്നുമില്ല, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പക്ഷേ അടുത്ത അവർ പറഞ്ഞ് പ്ലസൻ്റായിന്ന് യൂട്രസിലോട്ട് പോകുന്ന ഒരു വെയിനകത്ത് ബ്ലഡ് ഫ്ലോ കുറവാണ്, അതുകൊണ്ട് കുഞ്ഞിന് ചിലപ്പം വെയിറ്റും കാര്യങ്ങളും കുറവ് വരുമായിരിക്കുമോ എന്നിങ്ങനെ പറഞ്ഞു. അന്നേരം ഒന്നും ഈ പറഞ്ഞ പോലെ ഞങ്ങൾ തകർന്നില്ല. മാതാവിനോട് എന്നും പ്രാർത്ഥനയും കൊന്തയും ചൊല്ലി ഈശോയുടെ ഏറ്റവും നന്നായിട്ട് ജീവിക്കാവുന്ന രീതിയിൽ ജീവിച്ച് മറ്റുള്ളവരെ സഹായിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കെ ഞങ്ങൾക്ക് 5-ാം മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഓരോ മാസം ഒന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് എന്തെങ്കിലും ബുട്ട്. ആദ്യം ഹസ്ബൻഡ് ഇതുപോലെ ഇവിടെ എല്ലാം ആസിഡ് ഫ്ലൈ കഴിച്ച് പൊള്ളി. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു ആക്സിഡൻറ്റ് ഹസ്ബൻഡിനുണ്ടായി, ഒരു ബൈക്ക് ആക്സിഡൻറ്റ്. പക്ഷേ അതിലൊന്നും പറ്റാതെ തന്നെ ദൈവം കാത്ത് സംരക്ഷിച്ചു. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ഹസ്ബൻഡ് ഒരു കിഡ്നി സ്റ്റോൺ ഉണ്ടായി. അങ്ങനെ 1 മാസം കഴിഞ്ഞ് അടുത്ത മാസം 9 മാസവും ഞങ്ങൾക്ക് പരീക്ഷണങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ആ പരീക്ഷണങ്ങളെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് സ്കാനിന് ചെന്നപ്പോൾ അവർ പറഞ്ഞു, എന്താ പറയുന്നത്, കുഞ്ഞിന് വെയിറ്റ് കുഴപ്പമില്ല, ആവശ്യത്തിനുള്ള വെയിറ്റ് ഉണ്ട്, ഇനിയിപ്പം ഇത് കഴിയുമ്പോൾ കുഞ്ഞ് പുറത്ത് വന്നു കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും, പ്രശ്നമൊന്നുമില്ല. അവിടെയും മാതാവ് ഞങ്ങളെ സഹായിച്ചു. പക്ഷേ അന്നേരം അവരെനിക്ക് പ്രഷർ കൂടുതലാണെന്ന് പറഞ്ഞു. 1 ആഴ്ച മെഡിസിൻ കഴിച്ച് നോക്കാൻ പറഞ്ഞു. പക്ഷേ മെഡിസിൻ കഴിച്ചിട്ടും ഇതുപോലെ എൻ്റെ പ്രഷർ ഹൈ ആയിട്ട് തന്നെ നിൽക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 1 ആഴ്ച കഴിഞ്ഞ് ഒക്ടോബർ 6 ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ 2025 കണ്ടപ്പോൾ പറഞ്ഞു, നാളെ തന്നെ എങ്ങനെ എന്താ പറയുക ഡെലിവറി നടത്തണം, അല്ലെങ്കിൽ അമ്മയ്ക്ക് ആപത്താണെന്ന് പറഞ്ഞു, പ്രഷർ കൂടുതലാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുഞ്ഞ് ദൈവം സഹായിച്ച അനുഗ്രഹമായിട്ട് ഒരു കുഴപ്പവും ഇല്ലാതെ ഞങ്ങളുടെ ലൂക്കായെ ദൈവം തന്നു, മാതാവ് തന്നു. അതിന് മാതാവിനോട് 1000 നന്ദി. അതെല്ലാം കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ഇതുപോലെ ബ്ലഡ് ഷുഗർ പെട്ടെന്ന് ഡൗൺ ആണെന്ന് പറഞ്ഞു. ഡൗൺ ആയി ഇങ്ങനെ ഇരുന്നപ്പോഴാണ് വെള്ളിയാഴ്ചയാണ് ഞാൻ പ്രസവിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ തിങ്കളാഴ്ച ആയിട്ടും കുഞ്ഞിൻ്റെ ഷുഗർ അപ്പാവുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് 5 മണിക്ക് മുട്ടുകുത്തി മാതാവിനോട് പ്രാർത്ഥിച്ചു, ഈശോയോടും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഈ കുഞ്ഞിൻ്റെ എല്ലാം മാറിപ്പോണമെന്ന് പറഞ്ഞു. അന്നത്തെ ദിവസം കുഞ്ഞിന് 60ൻ്റെ മേളിലായിരുന്നു ഷുഗർ വേണ്ടിയത്, കുഞ്ഞിന് 70ൻ്റെ താഴോട്ട് പോയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ സന്തോഷിച്ചിരിക്കുമായിരുന്നു. നാളെ പോവാലോ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് രാത്രിയിൽ പെട്ടെന്ന് നിൽക്കുന്ന നിപ്പിൽ ഞാൻ താഴെ പോകുന്നതും എൻ്റെ 2 മുട്ടുകളും എനിക്ക് എന്താ പറ്റിയെന്ന് അറിയത്തില്ല, ഞാനിങ്ങനെ നിൽക്കുമായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഞാനങ്ങ് താഴെ പോയി. എന്താ പറ്റി, എന്താ സംഭവിച്ചതെന്നൊന്നും അറിയത്തില്ല. എന്നെയും കൊണ്ട് പെട്ടെന്ന് അവർ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നപ്പം ഡോക്ടേഴ്സ് പോലും ചോദിച്ചു, ഇതെന്താ പറ്റിയത്, ബോഡി ഒരു സൈഡിൽ കാല് ട്വിസ്റ്റായിട്ട് ഒരു സൈഡിൽ 2 കിടക്കുന്നു, ഇതെന്താ പറ്റിയത്. അവർക്ക് തന്നെ അത്ഭുതം പോലായിപ്പോയി. അങ്ങനെ പെട്ടെന്ന് എക്സ്റേക്ക് എന്നെ കൊണ്ടുപോയി. പക്ഷേ ഞാൻ ദൈവത്തോട് അന്നേരവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഈശോയെ മാതാവേ, എനിക്ക് വേദന സഹിക്കാൻ വയ്യ, എന്നെയും കൊണ്ട് എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ കൃപാസനം മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എനിക്കറിയത്തില്ല, ഞാൻ വേദന സഹിച്ചോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇപ്പോഴും എനിക്കറിയത്തില്ല എൻ്റെ കാലെങ്ങനെ നേരെ ആയെന്ന് എനിക്കറിയത്തില്ല.
തിരിച്ചു വന്നപ്പോൾ ഡോക്ടേഴ്സ് വരെ ഇതെങ്ങനെ ഇങ്ങനെ സംഭവിച്ച് അങ്ങോട്ട് പോയ കാലല്ലോ തിരിച്ചു വന്നതെന്ന് പറഞ്ഞ് അങ്ങനെ അവിടുത്തെ സിസ്റ്റേഴ്സും കാര്യങ്ങളും എല്ലാം പറഞ്ഞു ഈ കുഞ്ഞിൻ്റെ കൂടെ ദൈവമുണ്ട്, ഈ കുഞ്ഞിൻ്റെ കൂടെ മാതാവുണ്ട്, അല്ലെ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കുന്നത്, ഇത് വന്ന രീതിയിലല്ല ഇപ്പം തിരിച്ചു വന്നേക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടേഴ്സ് പറഞ്ഞു ഇതിന് സർജറി വേണ്ടി വരുമായിരിക്കും, 2 മുട്ടും ഡിസ്ലൊക്കേഷൻ ആയതാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഇപ്പം വേണ്ട, ഒന്നും വേണ്ട, ബിക്കോസ് ഞാൻ ഓൾറെഡി ഡെലിവറി കഴിഞ്ഞുകൊണ്ട് അപ്പം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഞാൻ എന്നും വന്ന് പ്രാർത്ഥിച്ച് എനിക്ക് ദൈവം ഒരു വചനം തന്നു. ഐശയ 40:29-31. Those who trust in the Lord will find their strength renewed. They will rise on wings like eagle. They will run and not get weary. They will walk and not get weak. They will walk and not grow weak എന്ന് പറഞ്ഞ് ആ ഒരൊറ്റ വചനം എനിക്ക് മതിയായിരുന്നു. ബിക്കോസ് എനിക്ക് ആ ഒരു വചനം കൊണ്ട് എൻ്റെ ദൈവം എന്നെ ഇനി ഒരിക്കലും ബുദ്ധിമുട്ടും വരത്തില്ല, ഞാൻ നടക്കും. ഞാൻ ദൈവത്തോട് പറഞ്ഞു ഒക്ടോബർ 14 ഇന്ന്, എനിക്ക് നവംബർ 16 എൻ്റെ ബർത്ത്ഡേ ആണ്, എനിക്ക് അന്നത്തെ ദിവസം എനിക്ക് അറ്റ്ലീസ്റ്റ് എനിക്ക് എഴുന്നേറ്റെങ്കിലും നിൽക്കണമെന്ന് പറഞ്ഞു. 2 ആഴ്ച ആയിട്ട് എൻ്റെ ബെഡ് റെസ്റ്റ് ആയിരുന്നു, എനിക്ക് കാലൊട്ടും അനക്കാൻ വയ്യായിരുന്നു. പക്ഷേ മാതാവ് എന്നെ അവിടെയും പ്രാർത്ഥിച്ച്, ഞാൻ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഞാൻ പയ്യെ പിച്ച വെച്ച് നടന്ന് നവംബർ 16 ഞാൻ നേരെ 2 കാലിലും നിന്നു. ഇന്ന് ദൈവം സഹായിച്ച് ഞാൻ സർജറിയോ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എൻ്റെ 2 കാലിലുമാണ് ഞാൻ നിൽക്കുന്നത്. എന്നെ ഇത്രത്തോളം നടത്തിയ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ഓരോ അനുഗ്രഹങ്ങളെന്ന് പറയുമ്പം എനിക്കറിയത്തില്ല. ഞാൻ അതിനെപ്പോഴും തമാശയ്ക്ക് എൻ്റെ ഹസ്ബൻഡിനോട് പറയും, ദൈവത്തും മാതാവിനോടും അടുത്ത് ഇത്ര അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ 2 മുട്ടും കൊടുക്കേണ്ടി വന്നല്ലോ എന്ന് ഞാനിങ്ങനെ പറയും. അങ്ങനെ മാതാവ് ഒത്തിരി അനുഗ്രഹിച്ചു. അതുപോലെ ഞങ്ങൾ കാരുണ്യ പ്രവർത്തകയായിട്ട് ഞങ്ങൾ കല്ലൂര് പള്ളിയുടെ അടുത്ത് എപ്പോഴും കല്ലൂര് പള്ളി പോകുമായിരുന്നു. അപ്പോൾ അവിടെ ഉള്ള പാവപ്പെട്ടവർക്കെല്ലാം ഞങ്ങൾ ഫുഡ് വാങ്ങി കൊടുക്കുമായിരുന്നു. അതുപോലെ ഒരു കുഞ്ഞിന് ഇതുപോലെ കിഡ്നിയുടെ ഇഷ്യൂ ആയിട്ട് വയ്യാതായപ്പോൾ ഞങ്ങൾ ആ കുഞ്ഞിനും ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും മാക്സിമം ഫിനാൻഷ്യലായിട്ടുള്ള ഹെൽപ്പ് ഞങ്ങൾ അവരെ പോയി കണ്ട് അവിടെ ചെയ്തു. അതുപോലുള്ള എല്ലാ കാരുണ്യ പ്രവൃത്തി ചെയ്തു. തന്ന തൈലവും കാര്യങ്ങളും എല്ലാം ഉപയോഗിച്ചു. എല്ലാം കൊണ്ടും ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നിടത്ത് ദൈവത്തോട് പറയേണ്ട പോലും ആവശ്യമില്ല. ഞങ്ങൾ ദൈവത്തോട് ജസ്റ്റ് ഒന്ന് മനസ്സിൽ ആഗ്രഹിച്ചാൽ മതി ഒരു കാര്യം, അതേത് വഴി കൂടാന്ന് അറിയത്തില്ല, പക്ഷെ ദൈവം കൊണ്ടുതരും. അതുപോലെ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഈ ഒരു കുഞ്ഞിനെ ദൈവം തന്നതിന് ദൈവത്തോട് 1000 നന്ദി പറയുന്നു. ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. ഇന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റി. അതിന് ദൈവത്തോടും മാതാവിനോടും 1000 നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു. സംഖ്യയുടെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 17 8-ാമത്തെ തിരുവചനം. പിറ്റേ ദിവസം മോശ സാക്ഷി കൂടാരത്തിലേക്ക് ചെന്നു. ലേവി കുടുംബത്തിനു വേണ്ടിയുള്ള അഹറോൻ്റെ വടി മുളപൊട്ടി പൂത്തു തളിർത്ത് ബദാം പഴങ്ങൾ കായ്ച്ചു നിന്നു. ചിപ്പി, അജിൻ എന്ന ഈ മക്കളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് അവർ വിശ്വാസ പ്രയോഗത്തിലൂടെ എത്രമാത്രം ദൈവത്തിലേക്ക് അടുത്തു. ദൈവം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ വളരെ വലുതാണെന്ന് അവർക്ക് തന്നെ വ്യക്തമാവുകയും മറ്റു പലതിനെയും അവർ പിന്നിലേക്കിടുകയും വിശ്വാസത്തിലേക്ക് ഓടിയെടുക്കാൻ ശ്രമിക്കുന്ന ഈ 2 മക്കളുടെയും സാക്ഷ്യത്തിൻ്റെ വലിപ്പം വളരെ വലുതാണ്. വളരെ ശ്രേഷ്ഠമായ ഒരു സാക്ഷ്യം. അവരെപ്പോഴും വിശ്വസ്തയോടുകൂടി ഉടമ്പടിയിൽ നിലനിന്നു എന്നാണ് ഇവിടെ ചിപ്പി രേഖപ്പെടുത്തുന്നത്. അവർക്ക് ജോലി നഷ്ടപ്പെട്ടപ്പോഴും അവർക്ക് ആക്സിഡൻ്റ് ഉണ്ടായപ്പോഴും അവരുടെ വലിയ സങ്കടമായിരുന്ന 3 വർഷമായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞില്ലാതിരുന്നൊരവസ്ഥയിലും പരിശുദ്ധ അമ്മ ഉടമ്പടിയിൽ അവർ എത്രമാത്രം ഉടമ്പടിയിലൂടെ ദൈവം അവരെ വാരിയെടുത്തു എന്നെല്ലാം ഈ മകൾ ചിപ്പി വളരെയധികം ആത്മാർത്ഥമായി ഇവിടെ പറയുകയായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ഒരു സ്വപ്നമാണ് നമ്മളെല്ലാവരും ഈ ഉടമ്പടിയിലേക്ക് പ്രവേശിച്ച് ദൈവത്തിലേക്ക് അടുക്കുക. ഞാൻ എന്തെങ്കിലും തിരിച്ചു വന്ന് ദൈവത്തിൻ്റെ നിത്യതയോളം ദൈവത്തെ സ്നേഹിക്കുന്ന മക്കളായി നാം എല്ലാവരും ജീവിക്കുമെന്നുള്ളൊരു വലിയ പൂവണിയാൻ കാത്തിരിക്കുന്ന സ്വപ്നത്തിന് ഇവരിന്ന് സാക്ഷികളാവുകയാണ്. ചിപ്പി പറഞ്ഞതുപോലെ അവരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ സാക്ഷ്യ വേദിയിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ അൾത്താരയിൽ വന്ന് സാക്ഷ്യം ഏറ്റു പറയണമെന്നുള്ള. അവരുടെ എല്ലാ ഡിസിഷൻ മേക്കിങ്ങും പരിശുദ്ധ അമ്മയോടുള്ള മധ്യസ്ഥതയിലൂടെ ആയിരുന്നു. അവർ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പോഴും അവരുടെ ജോലി സംബന്ധമായ തടസ്സങ്ങളിലും എല്ലാം പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ വന്നപ്പോഴും എല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് നേർച്ച വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗത്തിലൂടെയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ പ്രബോധനങ്ങൾ കേട്ടുകൊണ്ടും അതിലൂടെ മെസ്സേജ് സ്വീകരിച്ചുകൊണ്ടൊക്കെയാണ് അവർ ഈ ഉടമ്പടിയിലേക്ക് എപ്പോഴും പ്രവേശിക്കുന്നതും അവർ തുടർന്നുകൊണ്ടിരിക്കുന്നതും. വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് അവർ ഈ അൾത്താരയിൽ നിന്നിറങ്ങുന്നത്. കുഞ്ഞുങ്ങളില്ലാത്ത, ജീവിതത്തിൽ പ്രതിസന്ധികളുള്ള, ജോലിയില്ലാത്ത എല്ലാവരെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും. എൻ്റെ പേര് മേഴ്സി. ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്ന് വരുന്നു. 2019 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഇന്ന് ഞാൻ 16-ാമത്തെ തവണ ഉടമ്പടി പുതുക്കി.
ഇതെൻ്റെ മകൾ അലിൻഡ രാജേഷ്, CA ഇൻ്റർ പഠിക്കുന്നു ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ. എനിക്ക് അമ്മ മാതാവ് ഈശോയിൽ നിന്ന് വാങ്ങിത്തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഞങ്ങളെ ഉയർത്തിയതിനും അമ്മ മാതാവിനും ഈശോയ്ക്കും ഞങ്ങൾ 1000 നന്ദി പറയുന്നു. 2024 ഞങ്ങൾ 13 വർഷമായി ഞങ്ങൾ വാടകയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ആദ്യം ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ആദ്യം നിയോഗം വെച്ചിരുന്നത് ഞങ്ങൾക്കൊരു വീട് വേണം, വീട് വയ്ക്കുന്നതിന് സ്ഥലം വേണമെന്നായിരുന്നു. 2019 ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ആദ്യമായി നിയോഗം വെച്ചിരുന്നത്. ഉടമ്പടി എടുത്ത് 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ നിയോഗം സാധിച്ചു തരികയും വീട് വയ്ക്കാനൊരു സ്ഥലം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ 2-3 വർഷങ്ങൾ കടന്നുപോയി. ഞങ്ങൾ വീട് ആ സ്ഥലത്ത് വച്ചില്ല. വയ്ക്കാനായിട്ട് കറണ്ട് എടുത്തു, കിണർ കുത്തി, സൈഡ് കെട്ടിയിട്ടു, എങ്കിലും വീട് പണി നടന്നിരുന്നില്ല. 2024 അച്ഛൻ്റെ എല്ലാ ധ്യാനങ്ങളും ഞാൻ കൂടുമ്പോൾ ഒരു ഡയറിയിൽ അച്ഛൻ്റെ അച്ഛൻ പറയുന്ന എല്ലാ വചനഭാഗങ്ങളും ഞാനൊരു ഡയറിയിൽ എഴുതി വയ്ക്കും. 2024 ഏപ്രിൽ മാസം 11-ാം തീയതി അച്ഛൻ്റെ ധ്യാനം കൂടിയപ്പോൾ ഞാൻ ഈ വചനങ്ങൾ എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് 3 കാര്യങ്ങൾ ഇങ്ങനെ ചുമന്ന പേനയിൽ എഴുതി വെച്ചു. ഒന്ന്, എൻ്റെ മകൾക്ക് +2-ന് 95% മാർക്ക് ലഭിക്കണം. രണ്ടാമത് എഴുതി വെച്ചിരുന്നത് എൻ്റെ കൊച്ചിന് CAക്ക് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ലഭിക്കണം. മൂന്നാമത് ഒരു കാര്യം കൂടി ഞാൻ എഴുതി വെച്ചു, 11/4/2025 മുമ്പായി ഞങ്ങൾക്കൊരു വീട് ലഭിക്കണം. എൻ്റെ ആദ്യം എഴുതിയ 2 കാര്യങ്ങളും മാതാവ് എനിക്ക് സാധിച്ചു തന്നു അടുത്ത നാളുകളിൽ തന്നെ. മൂന്നാമത് ഞാൻ 1 വർഷമാണ് മാതാവിനോട് ഞാൻ സമയം ചോദിച്ചിരുന്നത്. പിറ്റേ വർഷം ഏപ്രിൽ മാസം 1-ാം തീയതി ആയപ്പോഴും ഒരു വീടിൻ്റെ ഒരു കാര്യം നടക്കുകയോ വീട് പണിയാൻ ആരംഭിക്കുകയോ ചെയ്തില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഇനി വല്ല അത്ഭുതങ്ങളും പ്രവർത്തിക്കണം. ഒരു വീട് നമ്മൾ പണിയുകയാണ്, മേടിക്കാനൊരു ഉദ്ദേശം പോലും ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നില്ല. ഇനി വല്ല അത്ഭുതങ്ങളും പ്രവർത്തിച്ചാൽ മാത്രമേ എനിക്കൊരു വീട് വെക്കാൻ സാധിക്കുകയുള്ളൂ. അതെനിക്കും അറിയാൻ നടക്കുന്നില്ല. ഈ 11 ദിവസം കൊണ്ട് വീട് പണി നടക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ അങ്ങ് പോയി. 8-ാം തീയതി രാവിലെ എനിക്കൊരു ഷോപ്പാണ്. ഷോപ്പിലേക്ക് പോകുന്ന വഴി എൻ്റെ അനിയത്തി എന്നെ വിളിക്കുന്നു. അനിയത്തി ഒരു ടീച്ചറാണ്. അവളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ടീച്ചറിൻ്റെ സ്ഥലം, ഒരു വീടും കൂടെ വിൽക്കാനുണ്ട്, നീ ഒന്ന് പോയി നോക്കുമോ എന്ന് ചോദിച്ചു. ഒന്നും വിചാരിച്ചില്ല, ഞങ്ങൾ പോയി ആ വീട് നോക്കി. വീട് ഇഷ്ടപ്പെട്ടു. വീടിന് മെയ് 7-ാം തീയതി മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ, മെയ് 7-ാം തീയതി എനിക്ക് വീടിന് അഡ്വാൻസ് കൊടുക്കണം. 7-ാം തീയതി മാതാവിൻ്റെ ദിവസമാണ്. അപ്പോൾ ഞാൻ മെയ് 7-ാം തീയതി മാതാവിനോട് പറഞ്ഞതുപോലെ തന്നെ മാതാവ് മെയ് 7-ാം തീയതി അഡ്വാൻസ് കൊടുക്കുവാൻ ഞങ്ങളെ സഹായിച്ചു. ജൂൺ 25-ാം തീയതി ഞങ്ങൾ ആ സ്ഥലം രജിസ്റ്റർ ചെയ്തു. ജൂലൈ 13-ാം തീയതി റോസാംശ്രീക മാതാവിൻ്റെ തിരുനാളിൻ്റെ അന്ന് ഞങ്ങൾ ആ വീട്ടിൽ കയറി താമസിച്ചു. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമെന്ന് ഞങ്ങൾ അറിഞ്ഞ നിമിഷമായിരുന്നു അത്. രണ്ടാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത്, മകൾ നന്നായിട്ട് പഠിക്കും, നല്ല മാർക്കുണ്ടായിരുന്നു. +2-ന് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടി. അപ്പോൾ CA ഫൗണ്ടേഷൻ ആദ്യ തവണ എഴുതിയപ്പം ഞങ്ങൾ വിചാരിച്ചു ഇത് വളരെ എളുപ്പമാണ്, അവളെ കൊണ്ട് അത് സാധിക്കും. പക്ഷേ റിസൾട്ട് വന്നപ്പം അവളും ഞെട്ടി, ഞങ്ങളും ഞെട്ടി. ആദ്യത്തെ തവണ അവൾക്ക് കിട്ടിയില്ല. വിഷമമായി. 2-ാമത്തെ തവണ എഴുതി, 2-ാമത്തെ തവണയും കിട്ടിയില്ല. 3-ാമത് മാതാവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചു. ഡെയിലി ബ്രെഡിൽ നന്നായി പ്രാർത്ഥിച്ചു. 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 3-ാം തവണ അവൾക്ക് CA ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, കൊച്ചിവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞത്, അമ്മ, ഞാൻ മാതാവിനോട് പറഞ്ഞിരിക്കുന്നതാണ് CA ഫൈനൽ പാസ്സായതിനു ശേഷം മാത്രമാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയുള്ളൂ എന്നാണ്. അവളും ഉടമ്പടി എടുത്തതാണ്. വർഷത്തിലൊന്നാണ് അവൾക്ക് വന്ന് ഇവിടെ ഒന്ന് പുതുക്കാൻ സാധിക്കുന്നത്. ഇപ്പം 2-ാം തവണയാണ് അവളത് പുതുക്കിയിരിക്കുന്നത്. അങ്ങനെ ആ ഒരു കാര്യം കൂടി മാതാവ് ഞങ്ങൾക്ക് സാധിച്ചു തന്നു. 3-ാമതായിട്ട് എനിക്ക് തലവേദന ഉണ്ടായിരുന്നു. യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഈ മാതാവിൻ്റെ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ യാത്രയൊക്കെ ചെയ്താൽ ഒരു 6 മാസമായിട്ട് എനിക്കങ്ങനെ തലവേദന വരാറില്ല. മൈഗ്രെയിൻ തലവേദനയായിരുന്നു. തലവേദന വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടൊന്നും സാധിക്കുകയില്ല. കലശലായ തലവേദനയും കടുത്ത ഛർദിയുമായിരുന്നു. നേർച്ച വസ്തുക്കളുടെ ഉപയോഗം കൊണ്ടും മാതാവ് ഞങ്ങൾ വെളുപ്പിനെ 3 മണിയൊക്കെ ആകുമ്പോഴാണ് അവിടുന്ന് പോരേണ്ടത്. ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വരുമ്പോൾ ഇപ്പോൾ വലിയ ക്ഷീണമൊന്നുമില്ലാതെ തിരിച്ച് 4 മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ സാധിക്കുന്നത്. മാതാവിൻ്റെ അനുഗ്രഹത്തിനും ഞങ്ങൾ 1000 നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾ ചെയ്യുന്നത്, അവിടെ ഓർഫണേജിൽ പോകും. അമ്മമാർ തന്നെയുള്ളൊരു ഓർഫണേജ് ഉണ്ട്, അവിടെ പോകും.
അവർക്ക് ഭക്ഷണം കൊടുക്കും. അതുപോലെ തന്നെ ഞങ്ങളറിയാവുന്നവരോട് പറയും ഇങ്ങനെ അമ്മച്ചിമാരോടെ ഉണ്ട്, അവർക്ക് ഫുഡ് കൊടുക്കണം എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ അവരെയും കൊണ്ടും ഫുഡ് കൊടുപ്പിക്കാറുണ്ട്. പിന്നെ നമ്മളോട് ആരെങ്കിലും എന്ത് സഹായം ചോദിച്ചാലും ഞങ്ങളത് സാധിച്ചു കൊടുക്കും. പിന്നെ ഒരാളുടെ ആവശ്യം കണ്ടറിഞ്ഞ് ഞങ്ങൾ സഹായിക്കാറുണ്ട്. എന്തെങ്കിലും ഒരു ആവശ്യം മറ്റുള്ളവർക്കുണ്ടെങ്കിൽ അവരോട് ചോദിക്കാതെ തന്നെ നമ്മളത് ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ പത്രങ്ങൾ ഞങ്ങൾ പള്ളികളിലും കടകളിലുമൊക്കെ കൊടുത്ത് വിതരണം ചെയ്യാറുണ്ട്. അമ്മ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയുടെ പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഞങ്ങളെ ഉയർത്തിയതിന് ഞങ്ങൾ 1000 നന്ദി പറയുന്നു. ഞങ്ങളുടെ ആത്മീയ ജീവിതം 12 വർഷമായിട്ട് ഞങ്ങൾ വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല. ഞങ്ങൾ 4 പേരും വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും ഞങ്ങൾ പോകാറുണ്ട്. അച്ഛൻ്റെ ധ്യാനം ഞാൻ ഒരു ദിവസം പോലും ഒരാഴ്ച പോലും മുടക്കാറില്ല. അന്ന് ആ ദിവസം തന്നെ ഞാൻ കണ്ടു തീർക്കും അത്. രണ്ടാമത് ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും 5:30 തന്നെ ഞങ്ങളത് കൂടുകയും കൂടിയിട്ടാണ് ഞങ്ങളത് പള്ളിയിൽ പോവുകയും ചെയ്യുന്നത്. ഇതാണ് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ആത്മീയമായിട്ട് ഞങ്ങൾക്കുണ്ടായ ഉയർച്ച ഇതാണ്. അച്ഛൻ്റെ ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും ഞങ്ങൾ കൂടുകയും എനിക്കൊരു കടയാണെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ കടയിലിരുന്നാണ് ഞാൻ ചൊവ്വാഴ്ച ദിവസം അച്ഛൻ്റെ ധ്യാനം കൂടുന്നത്. അപ്പോൾ ആ ദിവസം ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവ് ഈ ധ്യാനം തീരുന്നവരെ ആരും കടയിൽ വരരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കും. അത്ര നന്നായിട്ട് അത് കൂടി തീർക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ. നമ്മുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകരെന്ന് നിങ്ങൾ അറിയപ്പെടും. ജനതകളുടെ സമ്പത്ത് നിങ്ങൾ അനുഭവിക്കും. അവരുടെ ധനം കൈവശപ്പെടുത്തി നിങ്ങൾ അഭിമാനിക്കും. ലജ്ജിതരായിരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും. അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ചുല്ലസിക്കും. നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും. നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും. ദൈവം യെശയ്യാ പ്രവാചകനിലൂടെ മേഴ്സി ചാക്കോ എന്ന ഈ മകളുടെ കുടുംബത്തിന് നൽകുന്ന വലിയ ആശ്വാസത്തിൻ്റെ വാഗ്ദാനമാണ്. നീ എൻ്റെ ശുശ്രൂഷകയായിരിക്കും, നിനക്ക് സന്തോഷിക്കാനുള്ള വലിയ കാരണങ്ങളുണ്ടായിരിക്കും എന്നെല്ലാമാണ് യെശയ്യാ പ്രവാചകൻ്റെ വലിയ പ്രവചനം നമുക്ക് നൽകുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇവരുടെ കുടുംബത്തിന് ഈശോയിൽ നിന്ന് പ്രാപിച്ചു കൊടുത്ത വലിയ അനുഗ്രഹങ്ങൾക്ക് ഇന്ന് മേഴ്സി ചാക്കോ നന്ദി പറയുകയാണ്. 13 വർഷം അവർ വാടകയ്ക്ക് താമസിച്ച് അതിനുശേഷം ഈശോയോട് വളരെ സങ്കടപ്പെട്ടുകൊണ്ട് ഇവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഒരു വലിയ ഉടൻ പരിഹാരമാണ്. 3 മാസത്തിനുള്ളിൽ തന്നെ മകൾക്ക് ഡേറ്റിട്ട് പ്രാർത്ഥിച്ച് ആ ഡേറ്റിന് മുൻപ് ഉടൻ പരിഹാരമെന്ന് മകൾക്ക് പറയാൻ സാധിക്കുന്നത് പരിശുദ്ധ അമ്മ ഇടപെട്ട് ആ സ്ഥലവും വീടും അവർ നോക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാറുവാനായി ഇത് അമ്മ തന്നെ നൽകിയ വീടാണോ എന്നവർ ഉറപ്പിക്കുന്നത് നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെയാണ്. അവർക്ക് ആ വീട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ വളരെ പെട്ടെന്ന് നൽകിയതിനെ അവർ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ മകളുടെ CA ഫൗണ്ടേഷൻ 2 പ്രാവശ്യം തോറ്റുപോയതാണ്. ഇനി എങ്ങനെ മുന്നോട്ട് എന്ന് ഉള്ള ഒരു വലിയ ആശങ്കയിൽ അമ്മയും മകളും ഉടമ്പടി ചെയ്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ മകൾക്ക് വളരെ പെട്ടെന്ന് CA നമുക്കറിയാം വളരെ ടഫായിട്ടുള്ള ഒരു കോഴ്സാണ്. അത് ആ മകൾക്ക് ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യാൻ സാധിച്ചതിൻ്റെ വലിയ സന്തോഷത്തിലാണ്. മകൾ പരീക്ഷയ്ക്ക് പോയപ്പോഴും നേർച്ച വസ്തുക്കൾ തൈലം പൂശി പ്രാർത്ഥിച്ചിട്ടാണ് അവൾ വളരെ വിശ്വസ്തയോടുകൂടി പ്രാർത്ഥിച്ച് പരീക്ഷ ക്ലിയർ ചെയ്യാൻ സാധിച്ചു എന്ന് മകളേറ്റു പറയുന്നു. അതുപോലെ 10 വർഷമായിട്ടുണ്ടായിരുന്ന മൈഗ്രെയിൻ, അതിൻ്റെ ആ തലവേദനയുടെ ഫലമായി ഉണ്ടാകുന്ന യാത്ര ചെയ്യുമ്പോഴുണ്ടാകുന്ന ഛർദിൽ എല്ലാം ഈശോ സുഖപ്പെടുത്തിയതായി ഈ മകളേറ്റു പറയുകയാണ്. ഇവർക്കതിനുള്ള ആസ്തി ഉണ്ടെന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എപ്പോഴും ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആധ്യാത്മികതയുടെ ലെവൽ ചെക്ക് ചെയ്യാൻ അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മകൾ പറയുകയുണ്ടായി, ഞാൻ ഉടമ്പടി ധ്യാനം കൂടുമ്പോൾ എൻ്റെ കടയിലേക്ക് ആരും വരരുത്, നമുക്ക് വളരെ ആവശ്യമാണ്, നമ്മുടെ ബിസിനസ് നന്നായി നടക്കണം. പക്ഷേ ഈശോയും ഞാനുമായുള്ള ആ കമ്മ്യൂണിക്കേഷനിൽ, ആ പ്രാർത്ഥനയിൽ മറ്റാരും വന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് എൻ്റെ ഒരു പ്രൈവറ്റ് സമയമാണ്. ഞാൻ ഈശോയോട് വളരെ ഇൻറ്റിമേറ്റായി ഇടപെടുന്ന സമയമാണ്. ആ സമയം എനിക്കും ഈശോയ്ക്കും മാത്രമുള്ളതാണ്. അവിടെയാണ് നമ്മുടെ വിശ്വസ്തതയുടെ മാറ്റുരച്ച് നോക്കുന്നത്. ഞാൻ എത്രമാത്രം ഈശോയുമായി ആഴപ്പെട്ടിരിക്കുന്നു, അമ്മ എന്നെ എന്തുമാത്രം സഹായിക്കുന്നു
വായിക്കുന്നു, അമ്മയുടെ കൈ പിടിച്ച് നടക്കുമ്പോൾ അമ്മ എൻ്റെ കൂടെ നടക്കുന്നതിനുള്ള അടയാളങ്ങൾ എനിക്ക് ലഭിക്കുന്നു എന്നെല്ലാം നമ്മുടെ ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു അളവുകോൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ദൈവസ്നേഹത്തിൻ്റെ അളവുകോൽ പറയുന്നത്, വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്, അവിടുത്തെ സ്നേഹത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ ആഴമോ വ്യാപ്തമോ നീളമോ ഉയരമോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്നുള്ള ഒരു വലിയ ബോധ്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ ഗ്രീൻ സിഗ്നൽ കൊടുത്ത് ഈശോയ്ക്ക് നൽകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നാലും അവയെല്ലാം തരണം ചെയ്യുവാനും ജീവിത സാഹചര്യങ്ങളെ മനോഹരമാക്കുവാനും ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുവാനുള്ള വലിയ കൃപ നമുക്ക് ലഭിക്കുന്നു. മേഴ്സി ചാക്കോയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുമ്പോൾ നമ്മുടെ വീടില്ലാത്ത ഒരുപാട് സഹോദരങ്ങളുടെ ഉടമ്പടി ചെയ്ത് വീടിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക്, അവർ വാടകയ്ക്ക് താമസിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി, പഠനത്തിൽ ബുദ്ധിമുട്ടുള്ള മക്കൾക്ക് വേണ്ടി, പഠനം ഏത് തിരഞ്ഞെടുക്കണമെന്ന് ആശങ്കപ്പെടുന്ന മക്കൾക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ചുകൊണ്ട് അവരുടെ നിയോഗങ്ങളെ സ്ഥലം അമ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്, ഭരണങ്ങാനത്ത്. ഞങ്ങൾക്ക് 9 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ആദ്യമായിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2024 ജനുവരി 15-ാം തീയതിയാണ്. അപ്പോൾ ഇവിടുത്തെ എൻ്റെ അമ്മ പറഞ്ഞതിനനുസരിച്ചാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് മാതാവിനെക്കുറിച്ചും എന്താണ് ഇവിടെ എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്ന് എന്താണ്, ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഇവിടുന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം കിട്ടിയ പ്രാർത്ഥന, പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഉടമ്പടി തൈല് ഉപയോഗിച്ച് വയറ് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ഉടമ്പടി തേനും ഉപ്പും എല്ലാ ദിവസവും ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾക്ക് 9 വർഷങ്ങളായിട്ട് അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണമെന്നുള്ളതായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് 2016 കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് 2 അബോർഷനായി എനിക്ക്. അതിനുശേഷം സബൈൻ ഹോസ്പിറ്റലിൽ ഒരു 3 മാസം ട്രീറ്റ്മെൻറ്റ് എടുത്തായിരുന്നു. ആ മെഡിസിൻ മാത്രം എടുത്തുള്ളൂ. അതിനുശേഷം ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, പിന്നെ എന്താ ആവാത്തതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, എടി ഇനി ഒരു ട്രീറ്റ്മെൻറ്റിന് പോകണ്ട, നമുക്ക് എപ്പോഴേലും ദൈവം തരും, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. എന്നിട്ടും ഇത്രയും വർഷങ്ങളായിട്ടും ആകാതിരുന്നപ്പോൾ ഞങ്ങൾ ഓർത്ത് ഇനി ആകുകയില്ല എന്നൊക്കെ ഓർത്തിരിക്കുമായിരുന്നു. ഉടമ്പടി പ്രാർത്ഥന എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു 2022 ആദ്യം 2016 ഒരു അബോർഷനായി, അത് കഴിഞ്ഞ് 2022 ഒരു അബോർഷനായി. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഒരു ട്രീറ്റ്മെൻറ്റിനും പോകുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഈ 2 വർഷം കൊണ്ടാണ് മാതാവ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ അനുഗ്രഹിച്ച് തന്നത്. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാനിതിൽ ഇത്രയും വിശ്വസിക്കാമെന്ന് പറഞ്ഞതിൽ ഇത്രയും നാളായിട്ട് നടക്കാതിരുന്നൊരു കാര്യം ഞാൻ പോലും അറിഞ്ഞില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. കാരണം കഴിഞ്ഞ ഓണത്തിൻ്റെ അന്നാണ് ഞങ്ങൾ ഓശാന ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സാണ്, പാലിയേറ്റീവ് നേഴ്സാണ്. അപ്പോൾ ഞങ്ങളുടെ അവിടെ ഓണത്തിൻ്റെ പരിപാടി നടക്കുകയാണ്. അപ്പോൾ ഈ കാര്യം മനസ്സിലുണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും കൺസീവ് ആകും എന്നുള്ളൊരു പ്രതീക്ഷയിലില്ലായിരുന്നു എനിക്ക്. അപ്പോൾ ഞങ്ങൾ ഓണത്തിൻ്റെ പരിപാടിക്ക് കസേരകളി അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. എന്തോ ഞാൻ അന്ന് എനിക്ക് അങ്ങനെ കളിക്കാനൊന്നും തോന്നായിരുന്ന അന്ന് എന്നോട് ഇവിടെ എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന 2 ചേച്ചിമാരുണ്ട്. അവരെപ്പോഴും ഇവിടെ വന്ന് കൃപാസനത്തിൽ എല്ലാ മാസവും വരുന്നവരാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, അഖിലേ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ എനിക്ക് മാതാവിനെ കിട്ടിയപ്പം അപ്പോൾ സിസ്റ്റർ പറഞ്ഞു കുഞ്ഞുങ്ങളില്ലാത്തവർ മാതാവിനെ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു, ചേച്ചിക്ക് 19-56 വയസ്സായി, അപ്പം ഞാൻ മാതാവിനെ എടുക്കാൻ പറഞ്ഞപ്പോൾ എടുക്കണമെന്നുള്ള ഇതില്ലായിരുന്നു. പക്ഷെ നിൻ്റെ കാര്യം ഞാൻ മനസ്സിലോർത്തു. നീ എന്നാണേലും ഉടമ്പടി എടുത്ത് ഇത്രയും പ്രാർത്ഥിക്കുന്നതല്ലേ, അപ്പം ഞാൻ നിൻ്റെ കാര്യം മനസ്സിലോർത്തിട്ടുണ്ട്. ഞങ്ങൾ 2 പേരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഉടനെ ആയിക്കോളും, നീ പേടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ വെറുതെ ഇരിക്കുക. അപ്പം നമ്മുടെ ഇവിടുത്തെ കൃപാസനത്തിൽ ഒരു പത്രം കിട്ടി. ആ പത്രത്തിൽ 20 വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്ന ദമ്പതികൾക്ക് കുഞ്ഞിനെ കിട്ടി എന്നുള്ളൊരു സാക്ഷ്യം ഞാൻ വായിക്കുക. അപ്പം ഞാനിങ്ങനെ മനസ്സ് വിചാരിച്ചു, അമ്മ മാതാവേ, ഞാനാണെങ്കിൽ 2 വർഷമായി ഞാൻ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു, എനിക്ക് ഇത്ര വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ല, മാതാവേ എനിക്ക് ഒരു കുഞ്ഞിനെ തരണേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുക, ഇത്രയും നാളും ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് എന്നാണേലും പ്രാർത്ഥന കേൾക്കാതിരിക്കുകയല്ല, എപ്പോഴേലും തരുമ്പോൾ തന്നാൽ മതി എന്നിങ്ങനെ ഞാൻ മനസ്സിൽ പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ
ഞാൻ ബ്രഷ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വോമിറ്റിംഗ് സെൻസേഷൻ വരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് എന്നിട്ട് ഞാനിത് എൻ്റെ കൂട്ടത്തിലുള്ള ജോലി ചെയ്യുന്നവരോടാണ് പറയുന്നത്, എന്നാണോ 2-3 ദിവസമായിട്ട് എനിക്ക് ബ്രഷ് ചെയ്യുമ്പോൾ വോമിറ്റിംഗ് സെൻസേഷൻ വരുവാന്ന്. അപ്പം എന്നോട് പറഞ്ഞു, എടി അന്ന് എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്ന് നോക്ക്. ഞാൻ പറഞ്ഞു 9 വർഷമായി, 2 അബോർഷനും കഴിഞ്ഞു. ഈ 9 വർഷത്തിനുള്ളിൽ ഞാൻ എല്ലാ പ്രാവശ്യവും സ്ട്രിപ്പ് മേടിച്ച് നോക്കുന്ന, എന്നിട്ട് ഇതുവരെ എനിക്കൊന്നും ആയില്ല, ഇനി ഞാൻ ഈ പ്രാവശ്യം നോക്കുന്നില്ല, വെറുതെ എന്നിങ്ങനെ ഞാൻ പറഞ്ഞതിന് ശേഷം ഒരു 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് വിശേഷം ഉണ്ടെന്ന് അറിയുന്നത്. ആ വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷവും മാതാവിനോട് ഞാൻ നന്ദി പറഞ്ഞു. വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞ് ഞങ്ങൾ ആശുപത്രിയിൽ ചെന്നു. ആശുപത്രിയിൽ ചെന്ന് ആ സമയത്തൊന്നും എനിക്കിവിടെ വരാൻ പറ്റത്തില്ല. ആശുപത്രി ചെന്ന് കഴിഞ്ഞപ്പം ബെഡ് റെസ്റ്റ് പറഞ്ഞു 3 മാസം. 3 മാസത്തിന് 5 മാസവും റെസ്റ്റ് എടുത്തു. റെസ്റ്റ് എടുത്ത് ബെഡ് റെസ്റ്റ് ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ കാരണം 33 ആയി ഏജ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, 2 പ്രാവശ്യം അബോർഷനായി, അതുകൊണ്ട് മുമ്പോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. എന്താണെങ്കിലും 5 മാസം വരെ ബെഡ് റെസ്റ്റ് എടുത്തു. 6-ാം മാസത്തിൽ ഞാൻ ഇവിടെ വന്നു ഞാൻ വയറുമായിട്ട് ഞാൻ ഇവിടെ വന്നു. 5 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മാതാവിനെ കാണണമെന്ന് തോന്നി. ഞാൻ വന്നു. മാതാവ് എനിക്ക് തന്നാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ 6-ാം മാസത്തിൽ ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് എനിക്ക് ഒരു കുഴപ്പമില്ലാതെ എനിക്ക് തന്നേക്കണം. ഞാനിവിടെ അവിടെ നിന്ന് പാടി മുതൽ മാതാവിൻ്റെ അടുത്ത് വരെ ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് മുട്ടയിൽ നീന്തി എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാനിവിടുന്ന് പോയത്. 9 മാസവും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഇത് വരുമ്പോഴത്തേനും ഞങ്ങൾക്ക് പേടിയായിരുന്നു. കാരണം 2 പ്രാവശ്യം അബോർഷൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും പേടിയാണ്. അതുകൊണ്ട് എപ്പോഴും ഹോസ്പിറ്റലിൽ പോകും. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറയും ഒരു കുഴപ്പമില്ല, പേടിക്കണ്ടെന്ന് പറഞ്ഞു. എന്താണെങ്കിലും 9 മാസവും ഒരു കുഴപ്പമില്ലാതെ വന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞായിരുന്നു 30% ഉള്ളൂ നമുക്ക് നോർമൽ ഡെലിവറിക്ക് ചാൻസ്. എന്താണെങ്കിലും നോക്കാം, നോർമൽ ഡെലിവറി ആയില്ല എന്നെങ്കിൽ നമുക്ക് സിസേറിയൻ തന്നെ ചെയ്യേണ്ട വരും. കാരണം ഏജ് പ്രശ്നമാണ്, യൂട്രസിൽ ഒരു ചെറിയ തടിപ്പുണ്ട്, ഇതെല്ലാം പ്രശ്നമാണ്. നമുക്ക് നോർമൽ ഡെലിവറി ആകുമോയെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ അതനുസരിച്ച് നിൽക്കണമെന്ന് പറഞ്ഞു. എന്താണെങ്കിലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു. ഏപ്രിൽ 7-ാം തീയതി അഡ്മിറ്റ് ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതുവരെ പെൽവിക്സ് വികസിച്ചിട്ടില്ല, അതുകൊണ്ട് സിസേറിയൻ എന്തെങ്കിലും ആകുമായിരിക്കുമെന്ന് പറഞ്ഞു. അന്നത്തെ ദിവസം രാത്രിയിൽ പെയിൻ വന്നു. ഒരു കുഴപ്പമില്ലാതെ പെട്ടെന്ന് തന്നെ ഡെലിവറിയായി. മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ തന്നു. ഇപ്പോൾ അവൾക്ക് 1.5 മാസം ആയതേ ഉള്ളൂ. അപ്പോൾ മാതാവിനോട് ഞാൻ ഇവിടെ വരുന്നതിന് 6-ാം മാസത്തിൽ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു, മാതാവേ ഞാൻ ഇവിടെ വരുമ്പം എൻ്റെ കുഞ്ഞിനെ എല്ലാ ചടങ്ങുകളും ചെയ്യുന്നതിന് മുമ്പ് ഞാൻ മാതാവിൻ്റെ അടുത്ത് എത്തിച്ചിട്ടേ ഞാൻ എല്ലാ ചടങ്ങും ചെയ്യുള്ളൂ, എവിടെയാണേലും കൊണ്ടുപോകുള്ളൂ എന്നുള്ളത്. പ്രത്യേകിച്ച് ഞാനൊരു ഹിന്ദുവും കൂടെ ആയത് കാരണം നമുക്ക് നൂലുകെട്ടും അങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു ഈ ചടങ്ങെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ മാതാവിൻ്റെ അടുത്ത് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന മാതാവിനെ കാണിച്ചിട്ടേ ഞാൻ ബാക്കി എല്ലാ ചടങ്ങും നടത്തുള്ളൂ. മാതാവ് എനിക്കിവിടെ വരാനുള്ള സാഹചര്യം എത്രയും പെട്ടെന്ന് ഒരുക്കി തരണേന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നു. ഒരു കുഴപ്പമില്ലാതെ നല്ല മിടുക്കിയായിട്ടൊരു പെൺകുഞ്ഞിനെ തന്നെയാണ് മാതാവ് തന്നത്. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. ഗർഭിണിയാകുന്നതിന് മുമ്പ് ഞാൻ എല്ലാ മാസവും പൊതിച്ചോറ് കൊടുക്കുകയും പിന്നെ ഞാൻ പാലിയേറ്റീവിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ വരുന്ന ക്യാൻസർ പേഷ്യൻസും ഷുഗർ പേഷ്യൻസും ഒക്കെയാണ്, ഡയബറ്റിക്കിൻ്റെ വൂണ്ട് അൾസറൊക്കെ ഉള്ള പേഷ്യൻസാണ് വരുന്നത്. അവരെ കെയർ ചെയ്യുന്നതിനൊക്കെ നമ്മൾ ഫ്രീ ആയിട്ടും കാശുള്ളവരോട് നമ്മൾ കാശ് മേടിക്കും, ഫ്രീ ആയിട്ടുള്ളവരോട് ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തു. പൈസ ഇല്ലാത്തവർക്ക് അങ്ങനെയാണ് ചെയ്തു കൊടുക്കുന്നത്. എങ്കിലും മാക്സിമം ആരുമില്ലാത്തവരെ നമ്മൾ ഉൾക്കൊണ്ടാണ് എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്യുന്നത്. പിന്നെ ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങൾ എല്ലായിടത്തും പള്ളിയുടെ അവിടെ കൊണ്ടുപോയി പിന്നെ ഞങ്ങളുടെ അറിയാവുന്നവരുടെ വീടുകളിലെല്ലാം കൊണ്ടുപോയി പത്രം കൊടുക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും മെഡിസിൻ എന്തെങ്കിലും ആവശ്യം വരും എന്നോട് എന്ത് സഹായം ചോദിച്ചാലും എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാം. അമ്മയ്ക്ക് എൻ്റെ പേര് ഷൈമ ഗോപി, ഞാൻ ഉഴവൂരിൽ നിന്ന് വരുന്നു. എൻ്റെ മോൾക്ക് ഒരു കുഞ്ഞിനെ കൊടുത്ത മാതാവിനോടും തിരുക്കുമാരനോടും ആദ്യമായിട്ട് എനിക്ക് കോടാനുകോടി നന്ദി പറയാനാണ് ഞാൻ ഇന്ന് ഈ സന്നിധിയിൽ എത്തിയിരിക്കുന്നത്. പിന്നെ എനിക്ക് ശ്വാസം മുട്ടലുണ്ടായിരുന്നു, അതും മാറ്റി തന്ന മാതാവിനോടും തിരുക്കുമാരനോടും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ മോള് 2 കുഞ്ഞുങ്ങൾ അബോർഷനായി പോയി കഴിഞ്ഞപ്പോഴത്തേനും മാനസികമായിട്ടും തകർന്നു പോയി. ഞാൻ എൻ്റെ മോളെ എൻ്റെ അടുത്തുള്ള ഒരാൾ പറഞ്ഞിട്ടാണ് ഞാനിവിടെ കൊണ്ടുവന്നത്. എൻ്റെ മോളെയും കൊണ്ട് ഞാനിവിടെ വന്ന് മുട്ടയെ നിർത്തി പ്രാർത്ഥിച്ചു. ഞാൻ അച്ഛനെ കണ്ട് അച്ഛനോട് വിവരങ്ങളൊക്കെ പറഞ്ഞു.
അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല എന്നും പറഞ്ഞ് എന്നെ വിട്ടു. അതിന് ശേഷമാണ് കുഞ്ഞിന് ഒരു കുഞ്ഞുവാവ ഉണ്ടായതും ആ കുഞ്ഞുവാവേനെ ഞങ്ങൾ ഇതുവരെയും പേരിട്ടിട്ടില്ല. പേരിടാനായിട്ട് ഞങ്ങൾ ഈ മാസം 31-ാം തീയതിയാണ് ഞങ്ങളതിന് പേരിടാൻ ഇരിക്കുന്നത്. അതിനെ ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നതിന് ശേഷം വേണം ഞങ്ങൾക്കത് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് വന്നത് ഞങ്ങൾക്ക് ഈശോയോടും അമ്മയോടും കോടാനുകോടി നന്ദി പറയാൻ. ബാറൂഖ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 4-ാം അധ്യായം 22-ാം തിരുവചനം. നിങ്ങളെ രക്ഷിക്കുമെന്ന പ്രത്യാശ ഞാൻ നിത്യനായവനിൽ അർപ്പിച്ചിരിക്കുന്നു. പരിശുദ്ധനായവനിൽ നിന്ന് എനിക്ക് ആനന്ദം കൈവന്നിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ നിത്യരക്ഷകനിൽ നിന്ന് നിങ്ങൾക്ക് ഉടൻ കാരുണ്യം ലഭിക്കും. അഖില മനു എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്, സമയത്തിന്മേൽ അധികാരമുള്ള അമ്മ അവരുടെ വലിയ ജീവിതഭാരം ലഘൂകരിച്ച് അവരുടെ മനസ്സിൻ്റെ ആഗ്രഹം 9 വർഷമായിട്ട് വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാത്ത ഈ ദമ്പതികൾക്ക് അവർ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ച് അവരുടെ വലിയ ആ സങ്കടത്തിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചതിനെക്കുറിച്ചുള്ള ഒരു വലിയ സാക്ഷ്യമാണിത്. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വളരെയധികം സങ്കടത്തിലൂടെ സങ്കടക്കടലിൽ നീന്തി കയറേണ്ട ഒരു വലിയ അവസ്ഥ. ഇവിടെ ഒരുപാട് മക്കളാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ അവർ ഏറ്റു പറയുന്നത്. അവർക്ക് സമൂഹത്തിലേൽക്കുന്ന അപമാനങ്ങളും അവർക്ക് പുറത്തുപോയി മറ്റുള്ളവരോട് കൂടെ പെരുമാറാനുള്ള വലിയ സങ്കടങ്ങളെല്ലാം അവരെപ്പോഴും സാക്ഷ്യത്തിലേറ്റു പറയാറുണ്ട്. ഓരോരുത്തരുടെയും വേദനകൾ അവർ ഏറ്റുപറയുമ്പോഴാണ് നമുക്ക് എത്രമാത്രം സങ്കടത്തിലൂടെ എത്രമാത്രം കഷ്ടതകളിലൂടെ സഹനങ്ങളിലൂടെ അവർ കടന്നുപോയി എന്ന് മനസ്സിലാകുന്നത്. ഈ മകൾ കൃത്യമായി ഉടമ്പടി നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ലഭിക്കുന്ന സാക്ഷ്യങ്ങളും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളും കൃത്യമായി പാലിച്ച് ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ പ്രയോഗം കൃത്യമായി ചെയ്ത് 2 പ്രാവശ്യം അവർക്ക് അബോർഷൻ ഉണ്ടായതാണ്. എങ്കിൽ തന്നെയും പ്രത്യാശ കൈവിടാതെ ഈശോ നൽകുമെന്ന ഉറപ്പിൽ അവർ പ്രാർത്ഥിച്ചപ്പോൾ അവർക്കുണ്ടായ വലിയ അത്ഭുതമാണ്. ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം അവരോട് പറഞ്ഞിരുന്നു, നിങ്ങളുടെ ഡെലിവറി ഒരു കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസിയോ ഡെലിവറിയോ ആയിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അഖില ഉറച്ചു വിശ്വസിച്ചത് ഈശോയിലാണ്. ഈശോ നൽകുന്ന കുഞ്ഞ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ യാതൊരു പ്രശ്നവുമില്ലാതെ അവർക്ക് ഡോക്ടേഴ്സ് എത്ര തന്നെ അഡ്വൈസ് കൊടുത്താലും ഈശോ ആണ് ഏറ്റവും വലിയ വൈദ്യൻ. ഈശോ ആണ് ജീവൻ നൽകുന്നവൻ, വഴിയും സത്യവും ജീവനുമായവൻ. എൻ്റെ കുഞ്ഞിനെ എനിക്ക് നൽകും, യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ വിശ്വസിച്ച് ഒരു നോർമൽ ഡെലിവറിയോടെ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ഒരു നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ ഈശോ നൽകിയതിനെ അവർ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാവുന്നതുപോലെ അമ്മ 20 വർഷമായിട്ട് ശ്വാസം മുട്ടലുള്ള ഒരു വ്യക്തിയായിരുന്നു. ആ അമ്മയാണ് ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത്. അമ്മയ്ക്കും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ പെട്ടെന്ന് തന്നെ വിശ്വാസപ്രയോഗമായ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അവർക്ക് അനുഗ്രഹം പ്രാപിച്ചതായി സാക്ഷ്യപ്പെടുത്തുന്നു. അവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ വ്യത്യാസങ്ങളെക്കുറിച്ചാണ് പ്രത്യക്ഷീകരണ സാക്ഷ്യങ്ങൾ ഏറ്റുപറയുന്നത്. അവൻ പറയുന്നത്, സുവിശേഷത്തിൽ വിശ്വസിക്കുക, സുവിശേഷം കൈമാറുക, ആഴത്തിലേക്ക് വലയിടുക. ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അവിടെയാണ് ഈശോ വരുന്നത്. നിങ്ങൾ വലതുവശത്തേക്ക് നീക്കി ആഴത്തിലേക്ക് വലയിടുക. ആഴത്തിലേക്ക് വലയിടുമ്പോൾ നമുക്ക് വലിച്ചു കയറ്റാനാവാത്ത വിധം വലിയ മത്സ്യങ്ങളെയാണ് ഈശോ ശിഷ്യന്മാർക്ക്, രാത്രി മുഴുവൻ അധ്വാനിച്ച ശിഷ്യന്മാർക്ക് നൽകുന്നത്. നമുക്ക് ഈശോയുടെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കാം. ഈശോ എപ്പോഴൊക്കെയാണ് നിൻ്റെ കണ്ണുകൾ സിലോഹാക്കുളത്തിൽ പോയി കഴുകുക, നീ ഭരണികളിൽ വെള്ളം നിറയ്ക്കുക, കണ്ണുകൾ കഴുകുക, മേലിൽ പാപം ചെയ്യരുത്, ഇതെല്ലാം ഈശോ പറയുന്നതാണ്. അവൻ പറയുന്നത് പോലെ നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. അഖിലയ്ക്കും മനുവിനും കുടുംബത്തിനും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുടെ എല്ലാ സങ്കടങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി. 1000 നന്ദി. പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമാക്കി എൻ്റെ കുടുംബത്തെയും അനുഗ്രഹമാക്കി മാറ്റിയതിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മ മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ആൽബിൻ ബേബി. ഞാൻ കുറുമശ്ശേരിയിൽ നിന്ന് വരുന്നു, അങ്കമാലി അടുത്തുനിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 ഏപ്രിൽ 16-ാം തീയതിയാണ്. കൃപാസനത്തെപ്പറ്റി അറിഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്നാണ്. എനിക്കിവിടെ വരാൻ ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ഒത്തിരി തടസ്സങ്ങൾ അതിന് സൃഷ്ടിച്ചിരുന്നു. കൂടുതലായിട്ടും ഞാൻ അമ്മ മാതാവിനോട് എന്നും ഈശോയോടും പ്രാർത്ഥിക്കായിരുന്നു. എല്ലാ ദിവസവും പള്ളിയിൽ പോകുമ്പോഴായാലും ഞാൻ പ്രാർത്ഥിക്കായിരുന്നു.
അമ്മ മാതാവേ, എനിക്ക് കൃപാസനത്തിൽ പോകാനുള്ളൊരു അവസരം കിട്ടണമെന്ന്. ഒത്തിരി പേര് പോകുന്നുണ്ടെങ്കിലും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വീട്ടിൽ പറഞ്ഞിരുന്നു. വീട്ടിൽ എനിക്ക് വണ്ടിയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിരുന്നില്ല. അവിടുന്ന് ആരും കൊണ്ടുപോകാനും ഉണ്ടായിരുന്നില്ല. അനുഗ്രഹമെന്ന് പറയട്ടെ, അവിടുന്ന് തൊട്ടടുത്തൊരു ചേട്ടൻ പോകണ്ടായിരുന്നു എല്ലാ മാസത്തിലും. അപ്പോൾ ആ ചേട്ടനോട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ചേട്ടൻ എന്നോട് പിറ്റേ മാസം പോന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആദ്യം ഒന്നും കിട്ടിയിരുന്നില്ല. പക്ഷേ കൂടുതലും മാതാവിനോട് ഞാൻ നന്ദി പറയായിരുന്നു. മാതാവ് എൻ്റെ ഹിതമല്ല, മാതാവിൻ്റെ ഹിതമാണ് ഏറ്റവും കൂടുതൽ നിറവേറേണ്ടത്. എനിക്ക് കിട്ടിയില്ലെങ്കിലും മാതാവിൻ്റെ മഹത്വമാണ് ഇവിടെ നിറവേറേണ്ടത് എന്ന് ഞാൻ പറഞ്ഞ് ഒത്തിരി പ്രാർത്ഥിക്കായിരുന്നു. രണ്ടാമത്തെ ഉടമ്പടി കൊടുക്കാൻ സമയം വന്നപ്പോഴത്തേക്ക് എനിക്ക് നല്ലൊരു ജോലി പഠിക്കാനുള്ളൊരു അവസരം കിട്ടിയിരുന്നു. ഫസ്റ്റ് ഞാൻ +2 കഴിഞ്ഞ് IT പോയിരുന്നു. IT പോയ സമയത്ത് എനിക്ക് ഫെയിൽഡായിരുന്നു. അതിനുശേഷം ഞാൻ DCA പഠിക്കാൻ വേണ്ടി പോവുകയായിരുന്നു. DCA പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒത്തിരി പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒത്തിരി പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട്. ITA പാസ്സാവാത്ത ആളാണോ DCA പാസ്സാവുന്നത്, അതൊന്നും നടക്കില്ല, ഞാൻ തോക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് എന്നെ കളിയാക്കിയിരുന്നു. പക്ഷേ എനിക്ക് നല്ലൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. മാതാവ് നല്ലൊരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. അത്ഭുതമെന്ന് പറയാൻ നല്ലൊരു വഴി അമ്മ മാതാവ് കാണിച്ചു തരുമെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അമ്മ മാതാവ് അതുപോലെ തന്നെ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ നല്ല ഉയർന്ന മാർക്കോടുകൂടി എനിക്ക് അവിടെ പാസ്സാവാൻ പറ്റി. ഉടമ്പടി വസ്തുവിൻ്റെ ആ ഒരു അത്ഭുതത്തിൻ്റെ ഒരു കിരണങ്ങളുണ്ടായിരുന്നു. കൂടുതലും ഞാൻ പോകുമ്പോൾ എക്സാമിന് പോകുമ്പോൾ തൈലവും അതുപോലെ ഉപ്പും കൊണ്ടുപോയിരുന്നു. എക്സാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഉപ്പ് വിതറിയായിരുന്നു. അതോടൊപ്പം തൈലം ഞാൻ നെറ്റിയിൽ കുരിശ് വരച്ചായിരുന്നു. എഴുതാൻ പോകുമ്പോൾ കൈവറയുണ്ടായിരുന്നു, ചെറിയൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോഴാണെങ്കിലും കുറച്ച് വളരെ ടഫായിരുന്നു. എനിക്കൊന്നും മനസ്സിലാവുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാതെ ഇരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് പ്രത്യാശ ഉണ്ടായിരുന്നു ഉള്ളിൽ. അമ്മ മാതാവ് എങ്ങനെയും കൈവിടില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഞാൻ എക്സാമിന് പോയി, എക്സാം എഴുതി. എക്സാം കഴിഞ്ഞപ്പോഴും ഞാൻ അവിടെ ഉപ്പ് വിതറി. ആ പരീക്ഷാ പേപ്പറിൽ കുരിശ് അടയാളം വരച്ച് ഞാൻ അമ്മ മാതാവിന് നന്ദി പറഞ്ഞോളാം. കൃപാസനത്തിൽ വന്നിട്ട് എനിക്ക് ഈ എക്സാം നല്ല പാസ് മാർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കൃപാസനത്തിൽ വന്ന് നന്ദി പറഞ്ഞോളാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവിനോട്. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് നല്ല മാർക്കോടുകൂടി, ഞാൻ പ്രതീക്ഷിച്ചതിലപ്പുറമായിട്ട് എനിക്ക് നല്ല മാർക്കോടുകൂടി മാതാവ് എനിക്ക് നല്ല ഇത് തന്നു. അതിൻ്റെ സർട്ടിഫിക്കറ്റും എനിക്ക് മാതാവ് തന്നു. അതുപോലെ തന്നെ അതിനുശേഷം ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നു. പക്ഷേ എല്ലാ സ്ഥലത്തും എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയിരുന്നില്ല. എവിടെ പോകുമ്പോഴാണെങ്കിലും അവിടെ ക്വാളിഫിക്കേഷനാണ് ഏറ്റവും കൂടുതൽ ചോദിക്കണേ. ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് കിട്ടിയില്ലായിരുന്നു. പക്ഷേ മാതാവ് ഒരുക്കിയ പ്ലാൻ വേറെയായിരുന്നു. ഓരോ സ്ഥലത്ത് ഞാൻ ജോലിക്ക് ചെല്ലുമ്പോഴാണെങ്കിൽ അവിടെ ചോദിക്കുന്നത് ഡിഗ്രിയും അതുപോലെയുള്ള വലിയ ഇതൊക്കെയായിരുന്നു. പക്ഷേ ഞാൻ ഒരു മാസം നിൽക്കുമെങ്കിലും എനിക്കവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥകളായിരുന്നു. ഒത്തിരി പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒത്തിരി വെല്ലുവിളികളും പരിഹാസങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. കൂടുതലും എനിക്ക് എപ്പോഴും ജോലി ചെയ്യുമ്പോൾ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ചെറിയ ഓർമ്മക്കുറവ് പോലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഒന്നും മറ്റുള്ളവരോട് പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കസ്റ്റമർ അറ്റൻഡ് ചെയ്യാനാണ് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു മീറ്റിംഗ് കൂടി കഴിഞ്ഞപ്പോൾ എൻ്റെ പെർഫോമൻസ് പോരാ എന്ന് പറഞ്ഞു എനിക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് പോകേണ്ടി വന്നു. പക്ഷേ എപ്പോഴൊക്കെ ഞാൻ മാതാവിൻ്റെ കൊന്ത മുറുകെ പിടുകയായിരുന്നു. അതോടൊപ്പം ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കായിരുന്നു. മാതാവ് ഓരോ സ്ഥലത്തു നിന്ന് മാറേണ്ട അവസ്ഥയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ ഒരുപാട് വിഷമിച്ചിരുന്നു. അതിനുശേഷം ഞാൻ വേറൊരു ഷോറൂമിൽ പോയിരുന്നു, എയ്തറിൻ്റെ ഷോറൂമിൽ. അവിടെ പോയി ഞാൻ ജോലി നോക്കിയിരുന്നു. ഒരു മാസം വരെ എനിക്ക് പിടിച്ച് നീക്കേണ്ടി വന്നുള്ളൂ. പക്ഷേ എനിക്ക് ആ മാസത്തെ സാലറി കിട്ടിയില്ലായിരുന്നു. കാരണം ഞാൻ ഒരു കസ്റ്റമർ അറ്റൻഡ് ചെയ്തിട്ട് ആ ഒരു വണ്ടിയുടെ ആ ചാർജർ ആ വണ്ടിയുടെ ഉള്ളിൽ വെച്ച് മറന്നുപോയി. അത് കാരണം എനിക്ക് ആ ചാർജർ കിട്ടിയില്ലായിരുന്നു. ഒത്തിരി അന്വേഷിച്ചിരുന്നു. പക്ഷേ അവസാനം അത് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ നല്ലൊരു സ്ട്രിക്റ്റ് വന്നിരുന്നു. അപ്പോൾ എനിക്ക് ഈ മാസത്തെ സാലറി കിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് അവിടെ തന്നില്ലായിരുന്നു. അപ്പം അമ്മ മാതാവിനോട് ഞാൻ കൂടുതൽ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് വലിയൊരു നഷ്ടമാണ് ഇപ്പോൾ ഈ മാസം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ആ നഷ്ടമല്ല ഞാൻ നോക്കുന്നത്, മാതാവിൻ്റെ ഹിതം എന്താണോ അതാണ് ഞാൻ നോക്കേണ്ടത്. എനിക്ക് എന്ത് നഷ്ടം വന്നാലും, എൻ്റെ ജീവൻ പോയാലും അമ്മ മാതാവിൻ്റെ മഹത്വം എവിടെ നിറവേറുന്നോ അവിടെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. നഷ്ടങ്ങൾ എത്ര തന്നെ വന്നാലും ഞാൻ സഹിച്ചോളാം. പക്ഷേ എൻ്റെ ഈശോയുടെ ആഗ്രഹം എന്താണ്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം എന്താണോ അത് ഭൂമിയിൽ നിറവേറണം. എത്ര നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലും അത് ഞാൻ നിസ്സാരമായി കണക്കാക്കിക്കോളാം എന്ന് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കായിരുന്നു. അങ്ങനെ ഓരോ സ്ഥലത്തും എനിക്ക്
നിർത്തേണ്ടി വന്നു. എങ്ങും പിടിച്ച് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഈ ഒരു ഉടമ്പടി, ഈ തവണ ഉടമ്പടി പുതുക്കാൻ സമയം വന്നപ്പോഴത്തേക്കും മാതാവ് എനിക്ക് നല്ലൊരു സ്ഥലത്ത്, ആമസോണിൻ്റെ നല്ലൊരു കമ്പനിയിൽ എനിക്ക് നല്ല സാലറിയോടുകൂടി നല്ലൊരു ജോലി കിട്ടി. അതിന് എനിക്ക് മാതാവിന് ഒരുപാട് നന്ദി പറയുകയാണ്. ഒത്തിരി പ്രതിസന്ധികൾ എനിക്ക് തരണം ചെയ്യേണ്ടി വന്നു. ഡിസംബർ മാസത്തെ 2025 ഡിസംബർ മാസം 25-ാം തീയതി മുതൽ എനിക്ക് 25 നോയമ്പ് ഞാൻ നോക്കായിരുന്നു. അതുകൂടാണ്ട് 50 നോമ്പ് നോക്കായിരുന്നു. ആ ഓരോ നോയമ്പിലൂടെയും കടന്നു പോകുമ്പോൾ എനിക്ക് ഒത്തിരി വേദനകളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം എനിക്ക് ജനുവരി മാസം മുതൽ പല സ്ഥലങ്ങളിൽ നിന്ന് റിസൈൻ ചെയ്യേണ്ടി വന്നു. അങ്ങനെ മാർച്ച് മാസം അവസാനം വരെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ 1, 2, 5 സ്ഥലം വരെ, ഈശോയുടെ 5 സ്ഥലം വരെ എനിക്ക് 5-ാം സ്ഥലം വരെ വേദന നിറഞ്ഞതായിരുന്നു. പക്ഷേ 6-ാം സ്ഥലം ആയപ്പോഴേക്കും എനിക്ക് നല്ലൊരു സ്ഥാപനത്തിൽ ജോലി കിട്ടി. അതിന് എനിക്ക് ഈശോയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. അതോടൊപ്പം ഈശോയുടെ വേദനകളിലും ഈശോയുടെ മഹത്വത്തിലും എനിക്ക് പങ്കുചേരാൻ പറ്റി. കൂടുതലായിട്ട് എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. എൻ്റെ കുടുംബത്തിലാണെങ്കിലും ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് ഈശോയിലൂടെ തന്നതിന് ഒരുപാട് നന്ദി പറയാൻ പറ്റി. അതോടൊപ്പം എനിക്ക് മറ്റുള്ളവരെ കൂടുതൽ ദൈവത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്. ഇനിയും ഒരുപാട് പേര് വരുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. കാരണം ലോകം മുഴുവനും ഏകസത്യ ദൈവമായ യേശു ക്രിസ്തുവിനെ ലോകം മുഴുവനും അറിയപ്പെടുക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതുപോലെ ഇപ്പം പരിശുദ്ധ അമ്മ മാതാവ് ലോകം മുഴുവൻ അറിയപ്പെടണം. 1000 മക്കൾ, ഇനിയും 1000 മക്കൾ മാതാവിനെ അറിയപ്പെടാനും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥം വഴി ഞാൻ അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം എൻ്റെ ചേച്ചിക്ക് ഒത്തിരി നാളായിട്ട് കല്യാണം നടക്കാത്തൊരവസ്ഥയായിരുന്നു. വരുന്ന കേസ് മുഴുവനും പല കാര്യങ്ങളും ഒഴിഞ്ഞു പോയായിരുന്നു, പല തടസ്സങ്ങളായിട്ടും. അതോടൊപ്പം ഒത്തിരി ശത്രുക്കൾ എനിക്കുണ്ടായിരുന്നു. എൻ്റെ കുടുംബത്തിന് കല്യാണം മുടക്കാനാണെങ്കിൽ ഒത്തിരി പേര് നോക്കിയിരുന്നു. പക്ഷേ അതൊന്നും വർക്കൗട്ട് ആവേണ്ടായിരുന്നില്ല. 1, 2 മാത്രം അവർക്ക് വർക്കൗട്ട് ആയിരുന്നുള്ളൂ. പക്ഷേ അതിനുശേഷം മാതാവിൻ്റെ കൃപ കൊണ്ട് എനിക്ക് എൻ്റെ ചേച്ചിക്ക് 3-ാമത്തെ ഒരു കേസ് വന്നപ്പോൾ അത് ഭംഗിയായി നടത്തി. അമ്മയുടെ ഹൃദയപ്രകാരം കാഞ്ഞൂർ പള്ളിയിൽ വെച്ച് പുണ്യാളൻ്റെ ആ ഒരു നടയിൽ വെച്ച് വിവാഹം നടത്താനുള്ള അവസരം കിട്ടി. അതിനുശേഷം പിന്നെ ഉടമ്പടി എടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദി പറയുകയാണ് മാതാവിന്. ഞാൻ പ്രതീക്ഷിച്ചതിലപ്പുറമായിട്ട് എനിക്ക് മാതാവ് നടത്തി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി പറയുകയാണ്. ഇനി തരാൻ പോകുന്ന വലിയ മഹത്വത്തിനും നന്മകൾക്കും അമ്മ മാതാവിന് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിലും ഞാൻ ഒത്തിരി ചെയ്തിട്ടുണ്ട്, ഒത്തിരി പേരെ സഹായിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് എപ്പോഴും ഞാൻ ഈശോയോട് പറയും, ഈശോയെ എൻ്റെ ഹിതമല്ല, ഈശോയുടെ ഹിതമാണ് നിറവേറേണ്ടത്. ഈശോ എന്താണ് എന്നിലൂടെ ആഗ്രഹിക്കുന്നത്, ഞാൻ എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, അതുപോലെ തന്നെ എനിക്ക് നിറവേറ്റി തരണേ ഈശോയെ എന്ന് ഞാൻ ഇന്നും പ്രാർത്ഥിക്കായിരുന്നു. അതുപോലെ പത്രം ഞാൻ ഒത്തിരി പേർക്ക് വിതരാറുന്നു, ഒത്തിരി പേർക്ക് ഞാൻ കൊണ്ടു കൊടുക്കായിരുന്നു, ഹൈന്ദവർക്കാണെങ്കിലും. പിന്നെ അതുപോലെ തന്നെ ഒരു കുടുംബത്തിൽ ഞാൻ കൊണ്ടുപോയപ്പോൾ എനിക്ക് വളരെ വിഷമമായി. കാരണം 2 കാലുകളും മുറിക്കപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു. ആ ഒരു വ്യക്തിയുടെ ക്യാൻസർ രോഗമായിരുന്നു. ക്യാൻസർ രോഗം കാരണം കൊണ്ട് 2 കാലുകൾ മുറിച്ച് കളഞ്ഞു. പക്ഷേ എന്നാലും ഞാൻ ആ പത്രം കൊണ്ട് കൊടുത്തപ്പോൾ അതിനോടൊപ്പം ഞാൻ തേനും കൊടുത്തിരുന്നു, ഉപ്പും ഞാൻ കൊടുത്തിരുന്നു. ആ മുറിയിൽ, പ്രാർത്ഥന മുറിയിൽ വിതരണം ഞാൻ ഒത്തിരി പറഞ്ഞിരുന്നു. അങ്ങനെ ഒത്തിരി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ എന്നാലും ആ പത്രം കൊടുത്തതിന് ശേഷം ഞാൻ പോയതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് ഒത്തിരി ദർശനങ്ങൾ കാണാൻ പറ്റി. മാതാവ് ആ ഒരു കുടുംബത്തിൽ ചെന്നൊരു അനുഭവം ഉണ്ടായി. അതുകൂടാണ്ട് ആ ചേട്ടന് നല്ലൊരു രോഗസൗഖ്യം കിട്ടി, ഒരു ആശ്വാസം കിട്ടി, വലിയ വേദനകളിൽ നിന്ന് ഒരു മോചനം കിട്ടി. ഉറപ്പായിട്ടും എനിക്ക് നല്ലൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകുന്നതിന് മുന്നേ നല്ലൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. മാതാവ് എങ്ങനെയും അവിടെ അത്ഭുതകരമായിട്ട് ഇടപെടുമെന്ന് നല്ലൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് മാതാവ് നടത്തി തന്നു. അങ്ങനെ ഒരുപാട് ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ പറ്റി. പിന്നെ അതോടൊപ്പം എനിക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യപ്പെടുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും അതെനിക്ക് നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റി മാതാവിൻ്റെ കൃപയാൽ. കൂടുതലായിട്ട് എനിക്ക് ഉപ്പും അതുപോലെ തന്നെ തൈലം കൊണ്ടുമാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതം ഇത്രത്തോളം മാറ്റിമറിച്ചത്. അമ്മ മാതാവ് പ്രതീക്ഷിച്ചതിലും അപ്പുറമായി എനിക്ക് സാധിച്ചു തന്നതിന് ഒത്തിരി നന്ദി പറയുകയാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാനുള്ള അവസരം കിട്ടുമെന്ന്. പക്ഷേ എനിക്ക് മാതാവ് അതിനുള്ള നല്ലൊരു അവസരം തന്നു. കഴിഞ്ഞ തവണ ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോഴത്തേക്കും ഒത്തിരി തിരക്കൊക്കെ ആയിരുന്നു. പക്ഷേ എന്നാലും ഞാൻ ഇവിടെ വന്നിരുന്നെങ്കിൽ എനിക്ക് പറ്റിയിരുന്നില്ല. പക്ഷേ അപ്പോൾ ഞാൻ വീട്ടിൽ വിഷമം പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത്, മോനെ സമയമായിട്ടില്ല, അതുകൊണ്ടാണ്, സമയമാകുമ്പോൾ എല്ലാം നടക്കുമെന്നാണ്. പക്ഷേ ഇന്ന് എനിക്ക് എൻ്റെ ഒപ്പം എൻ്റെ ചേച്ചിയും വന്നിട്ടുണ്ട്. ചേച്ചി ഫസ്റ്റത്തെ ഉടമ്പടി ക്ലാസ്സിലേക്ക് പോയേക്കാണ്. ചേച്ചിക്ക് നന്ദി പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്നാലും അതിന് പകരമായി ഞാൻ ചേച്ചിക്ക് വേണ്ടി നന്ദി പറയുകയാണ്. മാതാവിൻ്റെ നടയിൽ വെച്ച് ഒത്തിരി നന്ദി പറഞ്ഞ് ഞാൻ മാതാവിനെ മഹത്വപ്പെടുത്തുകയാണ്. അതോടൊപ്പം എനിക്ക് ഇനി തരാൻ പോകുന്ന വലിയ നന്മകൾക്കും അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു.
ഒത്തിരി പ്രശ്നങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എങ്കിൽ കൂടി ആ പ്രശ്നങ്ങളുടെ നടുവിലും എനിക്ക് ഉറപ്പുണ്ട് മാതാവിന് അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റുമെന്ന്. കാരണം ഏതൊരു പ്രതിസന്ധിക്കും നമ്മളെക്കാൾ കൂടുതൽ മാതാവിനൊരു പദ്ധതിയുണ്ട്. പക്ഷേ മനുഷ്യരായി നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല, അത് നടക്കില്ല ഒരിക്കലും, ഈ കൊല്ലത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് മനുഷ്യർ വിധി എഴുതിയ കാര്യങ്ങൾക്ക് പോലും മാതാവിന് അവിടെ അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കതിലൂടെ കാണാൻ പറ്റിയത്. ഒത്തിരി അനുഗ്രഹങ്ങളും ഒത്തിരി ദർശനങ്ങളും എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. മാതാവ് ഞാൻ സ്വപ്നത്തിലാണെങ്കിലും മാതാവിൻ്റെ ഈ അൾത്തറയിൽ ഇരിക്കുന്ന മാതാവിൻ്റെ അതേ രൂപത്തിൽ മാതാവ് ഒത്തിരി സ്വപ്നത്തിൽ എൻ്റെ വന്നിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഒത്തിരി ദർശനങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തിരിയെത്തി പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും തിരി പൊട്ടുന്നൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രാർത്ഥിക്കാനുള്ള തടസ്സങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനും നല്ലൊരു അവസരം കിട്ടിയിരുന്നു. തടസ്സങ്ങൾ ഉണ്ടായാൽ പോലും ആ തടസ്സങ്ങൾ മാറ്റി എനിക്ക് മാതാവ് ഒത്തിരി തന്നിട്ടുണ്ട്. അത് ഞാൻ ഈശോയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ വീട്ടിലുണ്ടാകുന്ന ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ മാതാവിലൂടെ എനിക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ട്. കുടുംബ പ്രശ്നങ്ങളാണെങ്കിലും മറ്റ് എങ്ങനെയാണെങ്കിലും ഒത്തിരി പൈശാചികമായിട്ട് ഒത്തിരി പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ദൈവ പദ്ധതി എന്നിലുള്ളത് കൊണ്ട് പിശാചിന് അലറുന്ന സിംഹത്തെ പോലെയാണ് പല വിധത്തിൽ കൂടി തിന്മ തകർക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും പറ്റിയിരുന്നില്ല. പിശാച് തിന്മ തന്നെ പലപ്പോഴും തോറ്റുപോയിട്ടുണ്ട്. കാരണം അത്രയധികമായി ഞാൻ പരിശുദ്ധ അമ്മയിലും ഈശോയിലും വിശ്വസിക്കുന്ന ഒരാളാണ്. ചെറുപ്പം മുതൽ കൊന്തയിലാണെങ്കിലും വിശ്വാസത്തിലാണെങ്കിലും മുറുകെ പിടിച്ചിട്ടുണ്ട് ഒത്തിരി. അതിൽ നിന്ന് ഒരിക്കലും കുറവ് വന്നു പോയിട്ടില്ല. കൂടുതലും എനിക്ക് എക്സാമിന് പോകുമ്പോഴാണെങ്കിലും ജോലിക്ക് പോകുമ്പോഴാണെങ്കിലും അവിടെയെല്ലാം ഞാൻ ഒന്നാം സ്ഥാനം കൊടുത്തത് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കുമാണ്. പല വ്യക്തികളും അവിടെ വരുന്നുണ്ടെങ്കിലും വിസിറ്റിങ്ങും എല്ലാം ഉണ്ടെങ്കിലും ഞാൻ അവിടെ മറ്റു എല്ലാവരും ഏറ്റവും കൂടുതൽ സ്വാധീനം കൊടുത്തത് മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ അവിടെ സ്വാധീനം കൊടുത്തത് ഈശോയുടെ നാമത്തിലാണ്. പരിശുദ്ധമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ. അവിടുത്തെ സാറും അവിടുത്തെ MD എല്ലാം ഈ പരിശുദ്ധമ്മയാണെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയിരുന്നത്. പിന്നെ പഠിക്കുമ്പോഴാണെങ്കിലും ജോലി ചെയ്യുമ്പോഴാണെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണെങ്കിലും എപ്പോഴും ഞാൻ ഈ അമ്മേൻ്റെ ആശ്രയമേ എന്നും പറഞ്ഞ് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. എന്നെ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കായിരുന്നു. പക്ഷേ അപകടം നിറഞ്ഞ വഴിയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നുണ്ടെങ്കിലും പക്ഷേ അമ്മ മാതാവ് എന്നെ ഒത്തിരി കാത്ത് സംരക്ഷിച്ചിട്ടുണ്ട്. സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ എന്നെ പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും മാതാവ് എനിക്ക് ഒരുപാട് എന്നെ സംരക്ഷിച്ചിട്ടുണ്ട്. എനിക്കതിന് ഒരുപാട് ഞാൻ മാതാവിനോട് നന്ദി പറയുകയാണ്. ഇവിടം വരെ എത്തുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഒത്തിരി പ്രതിസന്ധികൾ നിറഞ്ഞ വഴിയിലൂടെയാണ് ഞാൻ കടന്നു പോയത്. ഇനി മുന്നോട്ടുള്ള പ്രതീക്ഷ മുഴുവനും മാതാവിൻ്റെ ഹിതപ്രദമായിരിക്കും. എൻ്റെ ഹിതമല്ല, മാതാവിൻ്റെ ഹിതം എന്താണോ, മാതാവ് എന്താണോ ഇനി അങ്ങോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഇനി മുന്നോട്ട് പോകത്തുള്ളൂ. പ്രത്യീകരണത്തിൻ്റെ സാക്ഷ്യമായിട്ട് ഇത്രയും നാളെ എന്നെ മാറ്റിയതിന് മാതാവിനെ ഒരുപാട് നന്ദി പറഞ്ഞ് ഞാൻ മഹത്വപ്പെടുത്തുകയാണ്. ഇനി അടുത്ത തവണ ഉടമ്പടി പുതുക്കാൻ വരുമ്പോഴാണെങ്കിലും അമ്മ തരാൻ പോകുന്ന അതിലും വലിയ അനുഗ്രഹങ്ങൾക്കും ഞാൻ മാതാവിന് ഇപ്പോഴും നന്ദി പറയുകയാണ്. കാരണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ചെറുപ്പം മുതലാണെങ്കിലും ഇനി അങ്ങോട്ടാണെങ്കിലും ഇനി ഞാൻ എത്ര ഉയർന്നു പോയാലും എന്നേക്കാൾ കൂടുതൽ എൻ്റെ മാതാവ് ഉയർന്നു വരണമെന്നാണ്. ഈശോയുടെ മഹത്വം ഉയർന്നു വരണമെന്നാണ്. ഞാൻ താഴ്ന്നു പോയാലും ഒരിക്കലും എൻ്റെ ഈശോ താഴ്ന്നു പോകരുത്. കാരണം ഈശോ ഉയരങ്ങളിലേക്ക് പോകണം. കാരണം എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതം പോലും ഞാൻ പൂർണ്ണമായും സമർപ്പിച്ചത് ഈശോയുടെ നാമത്തിലാണ്. കാരണം എനിക്ക് ഇത്രയധികമായി ഈശോ ഇത്രയും നല്ലൊരു ജീവിതം തന്നു. അതിന് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10:11 പറയുന്ന വചനം പറയുന്നത് അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ ലജ്ജിക്കേണ്ടി വരികയില്ലെന്നാണ്. ഒരുപക്ഷേ പരിഹാസപ്പെടാം, ലജ്ജിക്കപ്പെടാം മറ്റുള്ളവരുടെ മുമ്പിൽ. പക്ഷെങ്കിൽ ദൈവം നമ്മെ ഉയർത്തും. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് മത്തായിയുടെ സുവിശേഷം 21:22 പറയുന്നത്. വിശ്വാസത്തോടെ ഈ മകൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയാനായിട്ട് വന്നിരിക്കുന്നത്. എത്രയേറെ ലോകത്തിൻ്റെ മുമ്പിൽ ലജ്ജിക്കപ്പെട്ടാലും നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മെ സംരക്ഷിക്കുന്ന അമ്മയാണ് കൃപാസനം അമ്മ. മർക്കോസിൻ്റെ സുവിശേഷം 11:24 പറയുന്നത് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തിൽ ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്നാണ്. ആൽബിനും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയായിരുന്നു. എത്രയൊക്കെ തടസ്സങ്ങൾ വന്നാലും എപ്പോഴും പറയുന്നത് പ്രശ്നങ്ങളുടെ മുമ്പിൽ പതറാതെ, പ്രതിസന്ധികളുടെ മുമ്പിൽ തളരാതെ ഉടമ്പടിയിൽ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയാണ് ഈ മകൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ചേച്ചിയുടെ വിവാഹ തടസ്സങ്ങളും മാറി. ഒത്തിരി പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയും ഈശോയും അമ്മയും ഇടപെട്ട് വിവാഹ തടസ്സം മാറ്റി നല്ലൊരു വിവാഹ ജീവിതം നടക്കുവാനും ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് ചേച്ചിക്ക് ഉടമ്പടി ക്ലാസ് അറ്റൻഡ് ചെയ്യുവാൻ സാധിക്കുകയും ചെയ്തു. ഉടമ്പടി എടുക്കാൻ ഒരു അമ്മ നൽകിയൊരു കൃപയാണിന്ന്. പ്രതീക്ഷിക്കാത്ത രീതിയിൽ അമ്മയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുകയും അമ്മയുടെ അനുഹിതമനുസരിച്ച് ഈ മകൻ മുന്നോട്ട് നയിക്കുകയുമാണ് ഉടമ്പടി ജീവിതം.
സകലരുടെയും കണ്ണുനീർ അവിടുന്ന് തുടച്ചു നീക്കുമെന്ന് യെശയ്യാ പ്രവാചകൻ 25:8 പറയുന്നത് പോലെ ഈ മകൻ്റെ ഓരോ കണ്ണുനീരും അമ്മ കാണുന്നുണ്ടായിരുന്നു. പ്രശ്നങ്ങളുടെ നടുവിൽ കണ്ണുനീരോടെ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് ആ കണ്ണീരൊപ്പുന്ന അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാനാണ് ഇന്ന് ആൽബിനും സഹോദരിയും വന്നിരിക്കുന്നത്. കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് എല്ലാ കാര്യവും നോക്കിക്കൊള്ളുമേ എന്നുള്ള വചനമാണ് സങ്കീർത്തനം 37:5. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിശ്വാസം അർപ്പിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. നമ്മുടെ ജീവിതത്തിലെ ഉടമ്പടിയിൽ കൂടി ദൈവസന്നിധിയിൽ ജീവിക്കാനുള്ള നിത്യമായ അനുഗ്രഹവും സത്യമായ സന്തോഷവും ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആൽബിനും കുടുംബത്തിനും